नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण। जय श्री राधा गोविंद जी की जय। അധ്യായം 9 ഭാഗം 2 നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 9ാമത്തെ അധ്യായത്തിൽ അനന്യമായ ഭക്തിയെ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പരിശീലിക്കണം, എങ്ങനെ നമുക്കത് കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ പറയുകയാണ്. അപ്പോൾ ഭഗവാനെ ആരാധിക്കുന്നത് ഏത് വിധത്തിലായിരിക്കണം, എന്തുകൊണ്ട് ഭഗവാനെ തന്നെ ആരാധിക്കണം, മറ്റുള്ള ദേവന്മാരെ ആരാധിക്കുന്നതും ഭഗവാനെ ആരാധിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, മറ്റുള്ള ദേവന്മാരുടെ ധാമത്തിലേക്ക് പോകുന്നതും മറ്റുള്ള ദേവന്മാരുടെ ഗ്രഹത്തിലേക്ക് പോകുന്നതും, കാരണം ദേവന്മാരുടെ എല്ലാം ഗ്രഹങ്ങൾ നമ്മുടെ ഭൗതിക പ്രപഞ്ചത്തിൽ തന്നെയാണുള്ളത്. എന്നാൽ ഭഗവാന്റെ ധാമത്തിലേക്ക് പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അങ്ങനെയുള്ള ഭഗവാനെ നേരിട്ട് ആരാധിക്കുന്നത് ഏതെല്ലാം വിധത്തിലാണ് എന്ന് ഈ അധ്യായത്തിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ശുദ്ധമായ ഭക്തിയുത സേവനം, കലർപ്പില്ലാത്ത ഭക്തിയുത സേവനം, നേരിട്ട് ഭഗവാൻ കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ ആരാധിക്കുക, അതിന്റെ പ്രയോജനങ്ങളും അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതും അത് ആർക്കെല്ലാം ചെയ്യാം എന്നുള്ളതും എല്ലാമാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാനെ ആരാധിക്കുന്നതിന് ഉള്ള ഗുണത്തെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. യോഗ്യത, അസൂയയില്ലായ്മയാണ് ഭഗവാനെ ആരാധിക്കാനുള്ള യോഗ്യത എന്ന് പറഞ്ഞു. കൂടാതെ ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്ക് ഭഗവാനെ ഒരിക്കലും ആരാധിക്കാൻ സാധിക്കുകയുമില്ല. അശ്രദ്ധദാന പുരുഷ, അതായത് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ വിശ്വാസം. ഭഗവാനിൽ വിശ്വാസമില്ലാത്തവർക്ക്, ഭക്തിയുത സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് ഭഗവാനെ ആരാധിക്കാനും സാധ്യമല്ല. അതുകൂടാതെ ഈ ഭൗതിക പ്രകൃതിയുടെ എല്ലാം തന്നെ ഉടമസ്ഥൻ, അല്ലെങ്കിൽ ഈ ഭൗതിക പ്രകൃതി പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. അതും ഭഗവാൻ പറയുകയുണ്ടായി. കൂടാതെ ഭഗവാനാണെങ്കിലോ നേരിട്ട എല്ലാ പ്രവർത്തനങ്ങളും, നമ്മളിപ്പോൾ ഒരു ബാങ്കിന്റെ മാനേജർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിന്റെ ഉടമസ്ഥനെല്ലാം നേരിട്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് പോലെയാണോ ഭഗവാൻ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ എല്ലാ കാര്യങ്ങളും സ്വയം നോക്കി നടത്തുകയാണോ? അല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്റെ ശക്തിയാൽ ഈ ഭൗതിക പ്രപഞ്ചം പ്രവർത്തിക്കുന്നു. ഭഗവാന്റെ ശക്തിയാൽ. ഭഗവാൻ നേരിട്ട് ഒന്നിലും ഇടപെടുന്നില്ല. എന്നാലോ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ ഭൗതിക പ്രകൃതിക്ക് യോഗ്യത അല്ലെങ്കിൽ അവകാശവുമുള്ളൂ. ഭൗതിക പ്രകൃതിക്ക് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അതീതമായിട്ട് ഒന്നും ചെയ്യാനായിട്ടും സാധ്യമല്ല. പ്രകൃതി ഭഗവാന്റെ ആഗ്രഹം അനുസരിച്ച് ജീവാത്മാക്കൾക്കെല്ലാം തന്നെ ഭഗവാന്റെ നിയമം അനുസരിച്ച് ജീവാത്മാക്കൾക്ക് അവരവരുടെ കർമ്മഫലം അനുസരിച്ച് പുതിയ ശരീരങ്ങൾ കൊടുക്കുന്നു. ജീവാത്മാക്കളെല്ലാം തന്നെ പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള പ്രകൃതി ഭഗവാന്റെ ശക്തിയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭഗവാനാണെങ്കിലോ ഈ പ്രകൃതിയിൽ നടക്കുന്ന ഒരു കാര്യത്തിലും നേരിട്ട് ഇടപെടുകയോ അതിൽ വ്യാപൃതനാകുകയോ ചെയ്യുന്നില്ല. അദ്ദേഹം സ്വന്തം ധാമത്തിലാണ്. ഈ പ്രകൃതിയിൽ നടക്കുന്ന ഒരു കാര്യത്തിലും അദ്ദേഹം തൽപരനല്ല. അദ്ദേഹം ഉദാസീനനെ പോലെയാണ് ഇരിക്കുന്നത് എന്ന് പറയുന്നു. എന്നാലോ ഭൗതിക പ്രപഞ്ചം മുഴുവനും പ്രവർത്തിക്കുന്നതും ഭഗവാന്റെ അധീനതയിലാണ്. കാരണം പ്രകൃതി മയാ അധ്യക്ഷേണ, എന്റെ നിയന്ത്രണത്തിലുള്ള ഭൗതിക പ്രകൃതി സൂയതേ സചരാചരം, എല്ലാ ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ശരീരം നൽകുകയും അവയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ നിയമത്തിനനുസരിച്ച്, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച്, ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് ഭൗതിക പ്രകൃതി പ്രവർത്തിക്കുന്നത്. ആ പ്രകൃതിയുടെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട്
ആ ഭൗതിക പ്രകൃതിയുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് ദേവന്മാർ. ഭഗവാനാൽ നിയമിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ദേവന്മാർ. ഈ ഭൗതിക പ്രകൃതിയിൽ ജീവജാലങ്ങൾക്ക് കർമ്മം ചെയ്യുവാനായിട്ട് അവരുടെ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾക്കായിക്കൊണ്ട് സമയാസമയത്ത് വെള്ളം, വെളിച്ചം, വായു ഇതെല്ലാം തന്നെ നമുക്ക് തരുന്നതാണ് ദേവന്മാർ. ദേവന്മാരെല്ലാവരും തന്നെ ഈ പ്രകൃതിയുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പോൾ നമ്മൾ ജീവാത്മാക്കൾക്ക്, ഭഗവാനും ജീവാത്മാക്കളും നമ്മുടെ ഇടയിലുള്ള ഒന്നാണ് ഈ ഭൗതിക പ്രകൃതി. ഭൗതിക പ്രകൃതിയോട് നമുക്ക് ആകർഷണം വരുമ്പോൾ ഭഗവാനിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു. എങ്കിലും ഭഗവാൻ നമ്മളെ കൈവിടുന്നില്ല. ശരി, നിങ്ങൾക്ക് എന്നെയല്ല വേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഇന്ദ്രിയ സുഖഭോഗത്തിലാണ് ആസക്തി, ഭഗവാൻ അതിനുള്ള സൗകര്യം നമുക്ക് തന്നു തരുന്നു. ആ ഒരു ഭൗതിക പ്രകൃതിയെ തന്നെ ഉണ്ടാക്കി തരുന്നു. അവിടെ നിങ്ങൾ സ്വന്തമായിട്ട് എൻജോയ് ചെയ്തുകൊള്ളൂ. പക്ഷേ അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കണം. സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഭൗതിക പ്രകൃതിയിൽ നമ്മുടെ സ്വന്തം ഇന്ദ്രിയ സുഖഭോഗങ്ങൾ അനുഭവിക്കാനായിട്ട്. പക്ഷെ എല്ലാ സൗകര്യങ്ങളും ഭഗവാൻ തരുന്നുണ്ട്. ഭഗവാൻ ആരോടും പക്ഷപാതം കാണിക്കുന്നില്ല. എല്ലാവർക്കും ഒരുപോലെ വെള്ളം, വെളിച്ചം, വായു എല്ലാം തന്നെ ഭഗവാൻ തരുന്നു. പ്രകൃതി ഒന്നിനോടും ആരോടും പക്ഷപാതം കാണിക്കുന്നില്ല. പക്ഷേ ഭഗവാനിൽ നിന്ന് അകന്നിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മൾ ജീവാത്മാക്കളാണ് കഷ്ടപ്പെടുന്നത്. ഭഗവാനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലങ്ങൾ നമ്മൾ സുഖ ദുഃഖങ്ങളായിട്ട് അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. വീണ്ടും വീണ്ടും പുനർജന്മം. ഓരോ പുനർജന്മത്തിലും നമ്മുടെ കർമ്മഫലം അനുസരിച്ച് പല പല ശരീരങ്ങൾ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ കാരണം നമ്മൾ ഭഗവാനെ മറന്നിരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഇനി അടുത്ത സെക്ഷനിൽ ഭഗവാൻ പറയുന്നത് ഇതുപോലെ ഭഗവാനെ ആരാധിക്കാൻ മടിക്കുന്നവർ, കാരണം ഭഗവാനെ കുറിച്ച് അറിവില്ലായ്മ കൊണ്ട്, ഭഗവാനെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് ഭഗവാനെ ആരാധിക്കാൻ മടിക്കുന്നവരായിട്ടുള്ളവരുണ്ട്. എന്നാലോ ഭഗവാനെ ശുദ്ധമായ ഭക്തിയുടെ സേവനത്തോടുകൂടി ആരാധിക്കുന്നവരുമുണ്ട്. അവർക്ക് ഭഗവാൻ എന്താണ് പ്രതിഫലം കൊടുക്കുന്നത്? എന്നാൽ ഭഗവാനെ ആരാധിക്കാത്തവർക്ക് ഭഗവാൻ എന്താണ് പ്രതിഫലം കൊടുക്കുന്നത്? ഇത് രണ്ടുമാണ് അടുത്ത സെക്ഷനിൽ ഭഗവാൻ പറഞ്ഞു തരുന്നത്. ആരാധിക്കാത്തവരും ആരാധിക്കുന്നവരും 11 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളിൽ അതാണ് പറയുന്നത്. കൃഷ്ണൻ ഒരു താൽക്കാലിക രൂപമുള്ള ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് കരുതുന്ന വിഡ്ഢികൾ നിരീശ്വരവാദികളായി തീരുകയും അവരുടെ ശ്രമങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഒരു മഹാത്മാവ് ഭഗവാനെ മനസ്സിലാക്കിക്കൊണ്ട്, അറിഞ്ഞുകൊണ്ട് ഭഗവാനെ ആരാധിക്കുന്ന ഒരു മഹാത്മാവ്, അദ്ദേഹത്തിന്റെ നിർവചനം, അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും, അദ്ദേഹത്തിന്റെ യോഗ്യതകൾ എന്തൊക്കെയായിരിക്കും എന്നെല്ലാം ഭഗവാൻ പറഞ്ഞു തരും. അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം. മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. എല്ലാറ്റിനും ഈശ്വരനായ എന്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രനായിട്ട് അവതരിച്ചപ്പോഴും ശ്രീകൃഷ്ണനായിട്ട് അവതരിച്ചപ്പോഴും ഒരു ക്ഷത്രിയ കുലത്തിൽ ഒരു ക്ഷത്രിയ രാജാവിന്റെ മകനായിട്ടാണ് അവതരിച്ചത്. പക്ഷേ ഭഗവാനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവില്ലാത്തവർ ഭഗവാനെ വെറും ഒരു മനുഷ്യനായിട്ട് കരുതി. അങ്ങനെയാണ് രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയത്. അതായത് ശ്രീരാമചന്ദ്രൻ സാക്ഷാത് ഭഗവാൻ വിഷ്ണുവാണ് എന്നുള്ള അറിവ് അവർക്ക് ശ്രീരാവണന് ഉണ്ടായിരുന്നില്ല. രാവണൻ സമ്മതിച്ചില്ല. രാവണൻ ഭഗവാൻ ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയുണ്ടായി. അവസാനം വരെ അങ്ങനെ ഭഗവാനോട് നേരിട്ട് പൊരുതുവാൻ ധൈര്യം കാണിച്ചു രാവണൻ. പക്ഷേ അതിന്റെ ഫലം അനുഭവിക്കേണ്ടതായിട്ടും വന്നു. അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ അവതരിച്ചപ്പോഴും വസുദേവന്റെ മകനായിട്ട്, വസുദേവൻ ഒരു യാദവ കുലത്തിലെ ഒരു രാജാവായിരുന്നു. ആ രാജാവിന്റെ മകനായിട്ട് അവതരിച്ചു. പക്ഷേ ആ രാജാവിന്റെ മകൻ വെറും ഒരു മനുഷ്യനാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് എത്രയധികം പേർ, ജരാസന്ധൻ, ശിശുപാലൻ, ദന്തവക്രൻ, ഒരുപാട് പേർ ഭഗവാനെ നിന്ദിക്കാനും ഭഗവാനോട് യുദ്ധം ചെയ്യുവാനും ഭഗവാനെ പല വിധത്തിലും അപമാനിക്കാനും എല്ലാം തന്നെ ശ്രമിക്കുകയുണ്ടായി. അവരെല്ലാവരും തന്നെ ഭഗവാനെ സത്യത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് അവർ മൂഢന്മാരാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. കൂടാതെ
അവർ ഭഗവാനെ നിന്ദിക്കുന്നത് കൊണ്ട് അവർക്ക് അതിന് തക്കതായിട്ടുള്ള പാപം ചെയ്തതിന്റെ ഫലവും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അവർ ഭഗവാനെ നിന്ദിക്കുന്നതിന്റെ കാരണം എന്താണ്? ഭഗവാനെ കുറിച്ച് സത്യത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ട്. അപ്പോൾ അവജാനന്തി എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ജാനന്തി എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഭഗവാൻ കൃഷ്ണനെ മനസ്സിലാക്കുന്നതാണ് ജാനന്തി. അതായത് ഭഗവാനെ അറിയുക. ഭഗവാനെ അറിയുന്നത് മൂലം അതിന്റെ ഫലം എന്താണ്? നമുക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക്, മോക്ഷത്തിലേക്ക്, ഭൗതികതയിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കുന്നു. 4-ാമത്തെ അധ്യായത്തിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഭഗവാനെ അറിയുന്നത് മൂലം ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ. ഭഗവാന്റെ ജന്മവും കർമ്മവും തത്വത്തിൽ, സത്യത്തിൽ മനസ്സിലാക്കുന്നത് മൂലം എന്ത് സംഭവിക്കുന്നു? അവ ദിവ്യമാണ്. ജന്മ കർമ്മചമേ ദിവ്യം, അവ ദിവ്യങ്ങളാണ് എന്ന് സത്യത്തിൽ മനസ്സിലാക്കുന്നത് മൂലം എന്താണ് സംഭവിക്കുന്നത്? അത് മനസ്സിലാക്കുന്നവർക്ക് ജന്മ കർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാം ഏതി എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ ശരീരം ഉപേക്ഷിക്കുന്നതോടുകൂടി അവർക്ക് വീണ്ടും ഒരു പുനർജന്മം ഉണ്ടാകുന്നില്ല, അവർ ഭഗവാനെ പ്രാപിക്കുന്നു. അപ്പോൾ ഭഗവാനെ സത്യത്തിൽ മനസ്സിലാക്കുന്നത് മൂലം അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് അവർക്ക് പിന്നീട് ഒരിക്കലും ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് വരേണ്ടതായിട്ട് വരുന്നില്ല. എന്നാൽ അജാനന്തി എന്ന് പറഞ്ഞാലോ, ശ്രീകൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കാതെ ഇരിക്കുക. അജ്ഞാനം മൂലമാണ്, ഭഗവാനാണ് പരമപുരുഷൻ എന്ന് മനസ്സിലാക്കാത്തത് മൂലമാണ് മറ്റുള്ളവർ, സാധാരണ ജനങ്ങൾ ദേവന്മാരെ ആരാധിക്കുന്നു, അല്ലെങ്കിൽ യക്ഷരാക്ഷസന്മാരെ ആരാധിക്കുന്നു. പല വിധത്തിൽ പല ദേവന്മാരെയും എല്ലാം ആരാധിച്ചുകൊണ്ട് ഭഗവാനെ മറന്നുകൊണ്ട് ജീവിക്കുന്നത്. എന്നാൽ അത് അജ്ഞാനം മൂലമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അജാനന്തി എന്ന് പറഞ്ഞാൽ അജ്ഞത മൂലം ഭഗവാനെ മനസ്സിലാക്കാതിരിക്കുക. ഭഗവാനാണ് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ എല്ലാം ഉടമസ്ഥൻ. നമ്മൾ ജീവാത്മാക്കളും ഭഗവാനും തമ്മിൽ അനന്തകാലമായിട്ടുള്ള ബന്ധമുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ, ഭഗവാനെ അറിയാതെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ജീവിക്കുന്നത് മൂലം അങ്ങനെയുള്ളവർക്ക് ജനന മരണ ചക്രത്തിൽ തുടരേണ്ടതായിട്ട് വരുന്നു. എന്നാൽ അവജാനന്തി എന്ന് പറയുന്നത് ഇതിനേക്കാൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. അതായത് ഭഗവാനെ കുറിച്ച് അറിഞ്ഞുകൂടാ, അതുകൂടാതെ ഭഗവാനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുക. സാധാരണ ജനങ്ങൾ ഭഗവാൻ കൃഷ്ണൻ മറ്റുള്ള ദേവന്മാരെ പോലെ തന്നെ ഒരു ദേവനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റുള്ള ദേവന്മാരെ, ശിവനെയും ബ്രഹ്മനെയും ഗണപതിയെയും ദേവിയെയും എല്ലാം ആരാധിക്കുന്നത് പോലെ കൃഷ്ണനെയും ശ്രീരാമനെയും എല്ലാം ആരാധിക്കുന്നു. പക്ഷെ അവർക്ക് ഭഗവാന്റെ ശരിയായിട്ടുള്ള സ്ഥാനത്തെ കുറിച്ച് അറിവില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവർ പൂർണ്ണമായിട്ട് ഭഗവാന് ശരണാഗതരാകാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും പുനർജന്മത്തിലേക്ക് വരേണ്ടതായിട്ട് വരുന്നു. എന്നാൽ അവജാനന്തി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഭഗവാനാണ് എന്ന് അറിയുന്നതുമില്ല. രണ്ടാമതായിട്ട് ഭഗവാനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. എങ്ങനെ തെറ്റിദ്ധരിക്കുന്നു? ഭഗവാൻ വെറും ഒരു മനുഷ്യനാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. ഭഗവാൻ ക്ഷത്രിയ കുലത്തിൽ ജനിച്ചു, ഒരു മനുഷ്യനെ പോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിമാനുഷികമായിരുന്നു, ദിവ്യമായിരുന്നു എന്ന് മനസ്സിലാക്കാത്തത് മൂലം അവർ ഭഗവാനെ തെറ്റിദ്ധരിക്കുന്നു, ഭഗവാനെ നിന്ദിക്കുന്നു. ഭഗവാൻ വെറും ഒരു മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിന്ദിക്കുന്നു. അതുമൂലം എന്ത് സംഭവിക്കുന്നു? അവർക്ക് വളരെയധികം കഷ്ടപ്പാടുകൾ നേരിടേണ്ടതായിട്ട് വരും. എന്തൊക്കെയാണ് കഷ്ടപ്പാടുകൾ നേരിടേണ്ടതായിട്ട് വരുന്നത്? മോഘാശാമോഘ കർമാണോ മോഘജ്ഞാനാവിചേതസഃ രാക്ഷസീമാസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാഃ. ഇങ്ങനെ വ്യാമോഹിതരാകുന്നവർ, മോഘാശ അതായത് ഭൗതികതയുടെ ആ മായയിൽ പെട്ടിട്ടാണ് ഭഗവാനെ നമ്മൾ അറിയാതിരിക്കുന്നത്. അജ്ഞാനം എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഭൗതികതയുടെ, ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ മായയ്ക്ക് നമ്മൾ വശംവദരാകുന്നു. അങ്ങനെയാണ് നമ്മൾ അജ്ഞാനത്തിൽ പെടുന്നത്, ഭഗവാനെ കുറിച്ച് അറിയാതിരിക്കുന്നത്. അങ്ങനെ വ്യാമോഹത്തിൽപ്പെട്ട് ഭഗവാനെ തെറ്റിദ്ധരിക്കുന്നു. നമ്മുടെ മോഹജ്ഞാന, അവരുടെ ജ്ഞാനത്തിന് അവർ സ്വാഭാവികമായിട്ടുള്ള അവരുടെ അറിവിനെ തന്നെ അവർ കളഞ്ഞു കുളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇങ്ങനെ മോഹിതരായവർ ആസുരങ്ങളും നിരീശ്വരവാദ പരങ്ങളുമായ ആശയങ്ങളാൽ ആകൃഷ്ടരാകുന്നു.
ഭഗവാനേ ഇല്ല, അദ്ദേഹം ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. അങ്ങനെ ഒരു ഈ ഭൗതിക പ്രപഞ്ചത്തിന് ഉടമസ്ഥനായിട്ട് ഒരു ഭഗവാൻ ഇല്ല എന്നവർ വിചാരിക്കുന്നു. അങ്ങനെ നിരീശ്വരവാദത്തിലേക്ക് ഭഗവാനെ ധിഖരിക്കാനും ഭഗവാന്റെ നിയമങ്ങളെ അതിക്രമിക്കാനും എല്ലാം അവർ പുറപ്പെടുന്നു. അങ്ങനെ ആ വ്യാമോഹാവസ്ഥയിൽ മുക്തിയെ കുറിച്ചുള്ള പ്രതീക്ഷകളും ഫലോദിഷ്ട കർമ്മങ്ങളും ജ്ഞാനാർജനവും എല്ലാം തന്നെ പാഴായി പോകും. ആസുര സ്വഭാവത്തിലേക്ക് അവർ നീങ്ങുന്നതോടുകൂടി പാപകർമ്മങ്ങളാണ് അവർ ചെയ്യുക. അങ്ങനെ അവർക്ക് ഒരിക്കലും ഭൗതികതയിൽ നിന്നുള്ള മോചനം ഉണ്ടാകുന്നില്ല. രണ്ടാമത്തെ കാര്യം, അവർ ചെയ്തിട്ടുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതും കൂടെ ഈ പാപകർമ്മത്തിനോടൊപ്പം അതും കൂടെ ഇല്ലാതായി പോകുന്നു. മൂന്നാമത്തേത്, ഒരിക്കലും ജ്ഞാനം ആർജിക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാകുന്നില്ല. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കുറിച്ച് പിന്നീട് മനസ്സിലാക്കുവാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാകുന്നില്ല. കാരണം അവർ നിരീശ്വരവാദികളായി ഭഗവാനെ തെറ്റിദ്ധരിച്ച് ഭഗവാനെ കുറിച്ച് കുറ്റം പറയാനും നിന്ദിക്കാനും എല്ലാം ആരംഭിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും ഇതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹിരണ്യകശിപുവിനെ പോലെ ഭഗവാനെ ധിഖരിക്കാൻ തുടങ്ങുന്നു, ഭഗവാനെ അതിക്രമിക്കാൻ തുടങ്ങുന്നു, ഭഗവാന്റെ നിയമങ്ങളെ അനുസരിക്കാതിരിക്കുന്നു, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നു. അങ്ങനെ അസുര സ്വഭാവത്തിലേക്ക് അവർ മാറുന്നതോടുകൂടി അവരുടെ ആ ജ്ഞാനാർജനം എല്ലാം തന്നെ പാഴായി പോകും. അങ്ങനെയുള്ളവർ ദുരാത്മാക്കളാണ് എന്ന് പറയുന്നു. ഹിരണ്യകശിപു തന്റെ സ്വന്തം പുത്രൻ പ്രഹ്ലാദനെ കൂടെ പല തവണ വധിക്കാനായിട്ട് പരിശ്രമിച്ചു. കാരണം ആ പ്രഹ്ലാദൻ ഭഗവാനെ ആരാധിച്ചു കൊണ്ടിരുന്നു എന്നത് മൂലം. അതൊരു തെറ്റായിട്ട് കരുതുന്നു ഹിരണ്യകശിപു. അതൊരു കുറ്റമാണ്. കാരണം എന്റെ സാമ്രാജ്യത്തിൽ ഭഗവാൻ വിഷ്ണുവിന്റെ നാമമല്ല എന്റെ നാമമാണ് ജപിക്കേണ്ടത് എന്നാണ് ഹിരണ്യകശിപുവിന്റെ വാദം. അങ്ങനെ ഭഗവാനെ ധിഖരിച്ച് ഭഗവാന്റെ ഭക്തനെ വധിക്കുവാൻ ഒരുപാട് തവണ പരിശ്രമിച്ചത് മൂലം ഹിരണ്യകശിപുവിന് സ്വയം ആ ഭഗവാന്റെ കയ്യാൽ മരണപ്പെടേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് പരിഭ്രാന്തരായി കൃഷ്ണന്റെ രൂപത്തെ അനാദരിക്കുന്നവരുടെ വിധിയാണത്. ആസുരവും നിരീശ്വരവാദ പരങ്ങളുമായ ആശയങ്ങളാൽ അവർ ആകൃഷ്ടരാകുന്നു. മുക്തിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ഫലോദിഷ്ട കർമ്മങ്ങളും ജ്ഞാനാർജനവും എല്ലാം പാഴായി പോകും. എന്നാൽ ഭഗവാനെ ആരാധിക്കുന്നവരാണെങ്കിലോ അവരുടെ ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? അവരെങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കുന്നത്, എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കേണ്ടത് എന്ന് മഹാത്മാക്കളുടെ ഉദാഹരണത്തോടുകൂടി ഭഗവാൻ നമുക്ക് പറഞ്ഞു തരികയാണ്. മഹാത്മാനസ്തുമാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിതാഃ ഭജന്ത്യനന്യ മനസോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. അല്ലയോ പാർത്ഥ, വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ട ആത്മാക്കൾ ദൈവീക പ്രകൃതിയാൽ സുരക്ഷിതരാണ്. അപ്പോൾ ഭഗവാനെ ആരാധിക്കുന്ന ഭക്തന്മാർ ഭൗതിക പ്രകൃതിയിൽ നിന്ന് മോചിതരായി ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ, അതായത് സ്പിരിച്വൽ എനർജിയുടെ കീഴിലേക്ക് മാറ്റപ്പെടുന്നു. ദൈവീം പ്രകൃതിം ആശ്രിതാഃ. ഭഗവാന്റെ അന്തരംഗ ശക്തിയാണ് ഭഗവാന്റെ ആവിർഭാവത്തിനും ഭഗവാന്റെ ലീലകൾക്കും എല്ലാം കാരണം യോഗമായ എന്ന് പറയുന്നു. ആ യോഗമായയുടെ കീഴിലേക്ക് ഈ ഭഗവാന്റെ ഭക്തന്മാരെ ഭഗവാൻ മാറ്റുന്നു. ഭൗതിക പ്രകൃതിയുടെ കീഴിലല്ല, യോഗമായയുടെ കീഴിലാണ് പിന്നീട് അവർ പ്രവർത്തിക്കുന്നത്. അതുമൂലം അവർക്ക് എപ്പോഴും ഭഗവാന്റെ സംരക്ഷണം ഉണ്ടായിരിക്കും. സർവഭൂതങ്ങൾക്കും ആദി കാരണവും അവ്യയനുമായ പരമപുരുഷനാണ് ഞാൻ എന്ന് അറിഞ്ഞുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവം എന്റെ സേവനത്തിൽ മുഴുകുന്നു. അപ്പോൾ ഭഗവാനെ തത്വത്തിൽ ഭക്തന്മാർ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? എല്ലാ ജീവജാലങ്ങൾക്കും ആദി കാരണം ഭഗവാനാണ്. ഭഗവാൻ അവ്യയനാണ്. അദ്ദേഹത്തിന് ഒരിക്കലും നാശമുണ്ടാകുന്നില്ല. ഭഗവാന്റേത് ഭൗതിക ശരീരമല്ല, ആധ്യാത്മിക ശരീരമാണ് എന്നവർ മനസ്സിലാക്കുന്നു. പരമപുരുഷനാണ് ഭഗവാൻ, എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം ഭഗവാനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഭക്തന്മാർ ഭഗവാനെ സേവിക്കുന്നത്. എങ്ങനെയാണ് അവർ സേവിക്കുന്നത്? സതതം കീർത്തയന്തോ മാം യദന്തശ്ച ദൃഢവ്രതാഃ നമസ്യന്തശ്ച മാം ഭക്ത്യാ നിത്യയുക്താവുപാസതേ. ഇങ്ങനെയാണ് ഭക്തന്മാർ ഭഗവാനെ സേവിക്കുന്നത്. അതുകൊണ്ട് ഭക്തരാകാൻ ആഗ്രഹിക്കുന്നവരും ഭഗവാനെ ഇങ്ങനെ സേവിക്കണം എന്നാണ് ഭഗവാന്റെ ആഗ്രഹം. സതതം കീർത്തയന്തോ മാം, സതതം എല്ലായ്പ്പോഴും ഭഗവാനെ കീർത്തിച്ചുകൊണ്ട്. എങ്ങനെ കീർത്തിക്കുന്നു? യദന്തശ്ച ദൃഢവ്രതാഃ, നിശ്ചയദാർഢ്യത്തോടുകൂടി.
ദൃഢനിശ്ചയത്തോടുകൂടി ഭഗവാന് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ട് നമസ്യന്തശ്ച മാ ഭക്തിയ ഭക്തിയോടുകൂടി ഭഗവാനെ പ്രണമിച്ചുകൊണ്ട് നിത്യയുക്ത ഉപാസതെ അവർ നിത്യവും ഒരിക്കലും ഇടതടവില്ലാതെ നിത്യവും ഭഗവാനെ ആരാധിക്കുന്നു, ഭക്തിയോടുകൂടി ആരാധിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ മഹാത്മാക്കൾ അല്ലെങ്കിൽ ശുദ്ധഭക്തന്മാരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അവർ സതതം കീർത്തയന്തോ മാം യഥാസമയവും ഭഗവാന്റെ ഗുണഗണങ്ങളെ ആലപിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ യദന്തശ്ച ദൃഢവ്രതാഹ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും അതിലൊന്നിലും ആവലാതിപ്പെടാതെ വേവലാതിപ്പെടാതെ പരിഭ്രമിക്കാതെ അവർ ഭഗവാന്റെ ആരാധനയ്ക്ക് ഒരു തടസ്സവും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രഹ്ലാദകുമാരൻ, അദ്ദേഹത്തെ പല വിധത്തിലാണ് ഹിരണ്യകശിപു വധിക്കാൻ നോക്കിയത്. എന്തെല്ലാം ശ്രമിച്ചാലും അദ്ദേഹത്തിന്റെ നാരായണ ജപത്തിന് ഒരു മുടക്കവും വരുത്തിയില്ല. അദ്ദേഹത്തിന്റെ ഹിരണ്യകശിപുവിന്റെ ആ ഒരു നിർബന്ധത്തിന് വഴങ്ങി ഭഗവാനോടുള്ള ആരാധന അദ്ദേഹം ഒരിക്കലും മുടക്കിയില്ല. അദ്ദേഹം ദൃഢനിശ്ചയത്തോടുകൂടി സദാസമയവും ഭഗവാന്റെ സ്മരണയിൽ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഭക്തന്മാർ. പിന്നെയോ നമസ്യഞ്ജശ്ച മാം ഭക്തിയ ഭഗവാനെ നമസ്കരിക്കുന്നു. ഭഗവാനാണ് എല്ലാത്തിനും ഉറവിടം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ പ്രണമിക്കുന്നു. പിന്നെ നിത്യയുക്ത ഉപാസതെ നിത്യവും ഒരു മുടക്കവും വരുത്താതെ ഭഗവാനെ ആരാധിക്കുക. അങ്ങനെയാണ് ഭഗവാന്റെ ഭക്തന്മാർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതാണ് ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തി എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭക്തന്മാരുടെ ഉദാഹരണം തന്നുകൊണ്ട് ഭഗവാൻ നമുക്ക് ഉപദേശങ്ങൾ തരികയാണ്. നമ്മളും ആ ഭഗവാന്റെ ഭക്തന്മാരെ പോലെ ഉയരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഭഗവാനെ ആരാധിക്കേണ്ടതാണ്. അതുകൂടാതെ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ഭഗവാനെ പലരും പല വിധത്തിലാണ് ആരാധിക്കുന്നത്. എങ്ങനെയൊക്കെ? ജ്ഞാനയജ്ഞേന ചാപ്യന്യേ യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോമുഖം. ജ്ഞാനയജ്ഞേന ചാപ്യന്യേ ജ്ഞാനാർജനം കൊണ്ട് ഭഗവാനാണ് ആദി പുരുഷൻ എന്ന് മനസ്സിലാക്കിയവർ എന്ത് ചെയ്യുന്നു? പല വിധത്തിൽ ഭഗവാനെ ആരാധിക്കുന്നു. ജ്ഞാനം സമ്പാദിച്ചവർ എങ്ങനെ? ഏകത്വേന ഭഗവാനും താനും തമ്മിൽ ഒന്നാണ്. നമ്മൾ ജീവാത്മാക്കളാണ്, ഭഗവാന്റെ അംശമാണ്. പക്ഷെ ചിലർ അദ്വൈതവാദികൾ ഈ ഭൗതിക ശരീരം ഉപേക്ഷിച്ചു കഴിയുമ്പോൾ എനിക്കും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഭഗവാനും ഞാനും തമ്മിൽ വ്യത്യാസമില്ല, അദ്വൈതവാദികളായിട്ട് ഭഗവാനെ ആരാധിക്കുന്നു. പൃഥക്ത്വേന പൃഥക്ത്വേന എന്ന് പറഞ്ഞാൽ ബഹുരൂപങ്ങളായിട്ട് ഭഗവാൻ അനേകം രൂപങ്ങളുണ്ട്, ഭഗവാൻ അനേകം അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു അവതാരത്തെ ആരാധിക്കുന്നവരുണ്ട്. പിന്നെയോ വിശ്വതോമുഖം വിശ്വരൂപത്തെ ഭഗവാന്റെ വിശ്വരൂപത്തെ ഭൗതിക പ്രപഞ്ചത്തെ മുഴുവനും ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ വിശ്വരൂപത്തെയും ആരാധിക്കുന്നവരുണ്ട്. അങ്ങനെ 3 വിധത്തിൽ ആരാധിക്കുന്നവരെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. പക്ഷെ ഇതെല്ലാം തന്നെ ആ ശുദ്ധഭക്തിയോടുകൂടി ഭഗവാൻ കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ ആരാധിക്കുന്നതിൽ നിന്നും കീഴിലാണ്. പക്ഷെ എങ്കിലും ഇവർ ഭഗവാനെ തന്നെയാണ് ആരാധിക്കുന്നത് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. പക്ഷെ പല വഴികളിലൂടെ ആരാധിക്കുന്നു ആരാധനയുടെ. പക്ഷെ അടുത്ത സെക്ഷൻ പറയുന്നത് ആരാധനയുടെ പരമോന്നത വസ്തുവാണ് ഭഗവാൻ. ആരെല്ലാം ഏതെല്ലാം വിധത്തിൽ ഭഗവാനെ മനസ്സിലാക്കുന്നു? പലരും പല വിധത്തിലാണ് ഭഗവാനെ മനസ്സിലാക്കുന്നത്. എങ്കിലും ഭഗവാൻ ഇവിടെ പറയുന്നു എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം ഞാനാണ്. ആരെല്ലാം എന്തെല്ലാം എന്നെ തെറ്റിദ്ധരിച്ചാലും വിരോധമില്ല, പക്ഷേ ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉത്ഭവസ്ഥാനം. അപ്പോൾ ദേവന്മാരെ ആരാധിക്കുന്നത് വരെ ദേവന്മാരെ ആരാധിക്കുന്നവർ കൂടെ ഭഗവാനെയാണ്, വളഞ്ഞ വഴിയിലൂടെയാണെങ്കിലും ഭഗവാനെയാണ് ആരാധിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അടുത്ത സെക്ഷനിൽ 16 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നു, അഹം ക്രതുരഹം യജ്ഞഃ സ്വധാഹമഹം ഔഷധം മന്ത്രോഹമഹമേ വാജ്യമഹം അഗ്നീരഹം ഹുതം. ക്രിയയും യജ്ഞവും ഞാനാകുന്നു, പിതൃക്കൾക്ക് നൽകപ്പെടുന്ന ഹവ്യവും ഔഷധവും അഭൗതിക മന്ത്രങ്ങളും ഞാനാണ്, അഗ്നിയും അതിൽ ഹോമിച്ചവയും നെയ്യും ഞാൻ തന്നെ. കാരണം എല്ലാം ഭഗവാനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മന്ത്രങ്ങളാകട്ടെ, അഗ്നിയാകട്ടെ, ഔഷധങ്ങളാകട്ടെ,
ഭൗതിക പ്രകൃതിയിൽ കാണപ്പെടുന്ന എല്ലാം തന്നെ ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ചവയാണ്. അതുകൊണ്ട് നമ്മൾ ആ ഭൗതിക പ്രകൃതിയിലെ വസ്തുക്കളെല്ലാം ചേർത്തിട്ട് നമ്മൾ തിരിച്ച് യജ്ഞങ്ങൾ ചെയ്ത് സന്തോഷിപ്പിക്കേണ്ടത് ഭഗവാനെയാണ്. അത് ചിലർ മനസ്സിലാക്കുന്നു, ചിലർ മനസ്സിലാക്കുന്നില്ല. എങ്കിലും ഭഗവാൻ പറയുന്നു, ഇങ്ങനെ ഒരു യജ്ഞം ചെയ്ത് എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നവരും ചെയ്യുന്നത് ഈ വസ്തുവകകളെല്ലാം തന്നെ ഞാനാണ്. അതിൽ നിന്ന് സന്തോഷിപ്പിക്കേണ്ടതും എന്നെയാണ്. കൂടാതെ ആ യജ്ഞത്തിന്റെ ഫലം തരുന്നതും ഭഗവാൻ തന്നെ. പിതാഹമസ്യ ജഗതോ മാതാ ദാതാ പിതാമഹഃ വേദ്യം പവിത്രമോ ഓംകാര ഹൃത്സാമയജുരേവച. ലോകത്തിന്റെ അമ്മയും അച്ഛനും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെ. അറിയേണ്ടതും പവിത്രമാകുന്നതും പ്രണവവും ഹൃത്സാമ യജുർവേദങ്ങളും ഞാൻ തന്നെയാണ്. അപ്പോൾ ഭൗതിക പ്രപഞ്ചത്തിലെ എല്ലാ ബന്ധങ്ങളും ഭഗവാൻ തന്നെ എന്ന് ഭഗവാൻ പറയുന്നു. കാരണം ജീവാത്മാക്കൾ എല്ലാം തന്നെ ഭഗവത് അംശമായതുകൊണ്ട് ഭഗവാനോട് തുല്യരാണ്. അപ്പോൾ നമ്മൾ അച്ഛനമ്മമാർ, നമ്മുടെ മുത്തച്ഛന്മാർ, നമ്മുടെ മക്കൾ എന്നൊക്കെ കരുതുന്നവർ എല്ലാവരും തന്നെ ഭഗവത് അംശമാണ്. നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. സമൂഹത്തിൽ കാണപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളും എല്ലാ മനുഷ്യരും എല്ലാവരും തന്നെ ഭഗവത് അംശമാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് ലോകത്തിന്റെ അമ്മയും അച്ഛനും രക്ഷകനും പിതാമഹനും ഭഗവാൻ തന്നെ. നമ്മൾ അറിയേണ്ടത് ഭഗവാനെയാണ്. പവിത്രമാക്കുന്നത്, നമ്മളെ പവിത്രമാക്കുന്നത് ഭഗവാന്റെ തിരുനാമമാണ്. ഓംകാരം ഭഗവാനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ശബ്ദമാണ്. 3 വേദങ്ങളും ഭഗവാനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഭഗവാൻ തന്നെയാണ് അത് എന്നാണ് പറയുന്നത്. ഭൗതിക ജീവിതത്തിൽ നമ്മൾ വ്യത്യസ്ത ജീവാത്മാക്കളുമായി വിവിധ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. അവരെല്ലാം കൃഷ്ണന്റെ തടസ്ഥ ശക്തികൾ മാത്രം. പ്രകൃതി സർഗത്തിൽ അവർ നമ്മുടെ മാതാപിതാക്കളോ പിതാമഹന്മാരോ സൃഷ്ടാക്കളോ ഒക്കെ ആയിത്തീരുന്നുവെങ്കിലും കൃഷ്ണന്റെ വിഭിന്ന അംശങ്ങളാണ് നമ്മൾ എല്ലാവരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭൗതിക പ്രകൃതി എന്നുള്ളത് ഒരു ജയിൽ പോലെയാണ് എന്ന് മനസ്സിലാക്കുക. ആ ജയിലിന് പുറത്താണ് ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും ഭഗവാൻ പറഞ്ഞുവിടുന്ന ആചാര്യന്മാരും എല്ലാവരും തന്നെ ആ ജയിലിന് പുറത്താണ്. അങ്ങനെ ഒരു ആധ്യാത്മിക ലോകമുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തരുവാനായിട്ട് ഭഗവാൻ പറഞ്ഞു വിടുന്നവരാണ് അവരെല്ലാവരും. പക്ഷെ നമ്മളാണെങ്കിലോ ഈ ജയിലാണെങ്കിൽ എന്താണ്, ഈ ജയിലിനുള്ളിൽ നമുക്ക് വളരെയധികം സുഖമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ആ ജയിലിനുള്ളിൽ തന്നെ കഴിഞ്ഞുകൂടാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. വാസ്തവത്തിൽ ജയിലിന് പുറത്ത് സ്വതന്ത്രമായിട്ടുള്ള ഒരു ലോകമുണ്ടെന്നും അവിടെ ഭഗവാനോടൊപ്പം നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നും നമ്മൾ അറിയുന്നില്ല. അജ്ഞാനം മൂലം നമ്മൾ ഈ ഭൗതിക പ്രകൃതിയാണ് എല്ലാം എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഭൗതിക പ്രകൃതിയിൽ നമുക്ക് ലഭിക്കുന്ന ബന്ധുക്കളാണ് നമ്മുടെ എല്ലാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അത് അനുഭവിക്കാനായിട്ട് ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ എല്ലാവരും ജീവാത്മാക്കളാണ്, ഭഗവാന്റെ അംശമാണ്. ഭഗവാനുമായിട്ട് മാത്രമാണ് നമുക്ക് ബന്ധമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അച്ഛനും അമ്മയും രക്ഷകനും പിതാമഹനും ഭഗവാൻ തന്നെ. ഭൗതിക ലോകത്തിലെ ഈ ബന്ധങ്ങളെല്ലാം തന്നെ കൃഷ്ണന്റെ വിഭിന്നാംശങ്ങളാണ്. അതുകൊണ്ട് അവയെല്ലാം കൃഷ്ണനാണ് എന്ന് സൂചിപ്പിക്കുന്നു. ധാത എന്ന് പറഞ്ഞാൽ രക്ഷകൻ ഭഗവാനാണ്. പവിത്രമാകുന്നത് നമ്മളെ പരിശുദ്ധമാക്കാനായിട്ട് ഭഗവാൻ കൃഷ്ണന്റെ വിഷയം, കൃഷ്ണനെ കുറിച്ച് കേൾക്കുന്നത്, കൃഷ്ണന്റെ നാമോച്ചാരണം, ഇതെല്ലാമാണ് നമ്മളെ പവിത്രമാക്കുന്നത്. ഓംകാരം ഭഗവാന്റെ അതീന്ദ്രിയ സ്പന്ദനമാണ്. എല്ലാ വേദങ്ങളും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. അടുത്ത ശ്ലോകം കൂടെ ഇതിനെക്കുറിച്ച് തന്നെ ഭഗവാനാണ് എല്ലാം എന്ന് പറയുകയാണ്. ഗതിർഭർത്ത പ്രഭു സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവ പ്രളയസ്ഥാനം നിധാനം ബീജമവ്യയം. ഗതിഹി എന്ന് പറഞ്ഞാൽ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യസ്ഥാനം ഭഗവാനാണ്. ഭർത്ത, ഭരണകർത്താവ് ഭഗവാനാണ്. പ്രഭു ഭഗവാൻ തന്നെ. സാക്ഷി, നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ട് പരമാത്മാവായിട്ട് ഭഗവാനുണ്ട്. വാസസ്ഥാനം, നമ്മുടെ അവസാനത്തെ ആശ്രയവും ഭഗവാൻ തന്നെ. ഉറ്റമിത്രം ഭഗവാനാണ്. സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാത്തിന്റെയും അടിസ്ഥാനം, ശാശ്വതമായിട്ടുള്ള ബീജവും ഭഗവാൻ തന്നെ എന്ന് പറയുന്നു. അല്ലയോ അർജുന, ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു. എങ്ങനെയാണ് ഊർജം ലഭിക്കുന്നത്? നമുക്ക് ഒന്ന് സൂര്യനിൽ നിന്ന് നമുക്ക് ഊർജം ലഭിക്കുന്നു, പിന്നീട് അഗ്നിയിൽ നിന്ന് ഊർജം ലഭിക്കുന്നു. ഇതെല്ലാം തന്നെ ഭഗവാന്റെ
ശക്തികളാണ്. മഴ പെയ്യിക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെ. ഞാനാണ് അമൃതവും മൃത്യുവും, മരണമില്ലായ്മയിൽ ഞാനാണ്, മരണവും ഭഗവാൻ തന്നെ എന്ന് പറയുന്നു. ആത്മാവും ജഡവസ്തുവും എന്നിലാണ്. നമ്മൾ ജീവാത്മാക്കൾ ഭഗവത് അംശമാണ്. ജഡവസ്തുവായിട്ടുള്ള ഈ ഭൗതിക പ്രകൃതിയും ഭഗവാന്റെ ശക്തിയാണ്. ജഡവസ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ശരീരം ജഡവസ്തുവാണ്. 24 മൂലകങ്ങളാൽ ഉണ്ടാക്കിയിരിക്കുന്നു ജഡവസ്തു. പക്ഷെ അത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. ആ പ്രകൃതി ഭഗവാന്റെ അംശമാണ്. ഇതെല്ലാം തന്നെ ഭഗവാൻ തന്നെ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു വരുന്നത്, ആരെല്ലാം എങ്ങനെയെല്ലാം ഭഗവാനെ കുറിച്ച് വിചാരിച്ചാലും തെറ്റിദ്ധരിച്ചാലും, ഭഗവാനെ ആരാധിച്ചാലും ആരാധിക്കാതിരുന്നാലും ഭഗവാന്റെ സ്ഥാനത്തിന് ഒരു മാറ്റവും വരുന്നില്ല. ഭഗവാൻ പറയുന്നു ഞാനാണ് എല്ലാം. ഞാനില്ലാതെ ഒന്നിനും നിലനിൽപ്പില്ല. മത്ത പരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവം ഇതം പ്രോതം സൂത്രേ മണിഗണ ഇവ. ഭഗവാനിൽ എല്ലാം തന്നെ മുത്തുകൾ നൂലിന്മേൽ കോർക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഈ ഭൗതിക പ്രകൃതിയിലെ എല്ലാം തന്നെ ഭഗവാനുമായിട്ട് കോർക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ ഇല്ലാതെ ഒന്നിനും നിലനിൽപ്പില്ല. ഭഗവാന്റെ ശക്തിയിലാണ് എല്ലാം പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്തതായിട്ട് 20-21 ശ്ലോകങ്ങളിൽ ഭഗവാനെ മറന്നുകൊണ്ട് അജ്ഞാനം മൂലം ഭൗതിക പ്രകൃതിയുടെ സുഖങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ വേദ പഠനം ചെയ്ത്, യജ്ഞങ്ങൾ ചെയ്ത്, തപസ് അനുഷ്ഠിച്ച്, ദാനം ചെയ്ത്, പുണ്യഫലങ്ങൾ പ്രാപിച്ചുകൊണ്ട് സ്വർഗലോകത്തിൽ പോയി സുഖങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അവർക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വരും എന്നാണ് ഭഗവാൻ പറയുന്നത്. ത്രൈവിദ്യാമാം സോമപാപൂതപാപ യജ്ഞൈരിഷ്ടാ സ്വർഗതിം പ്രാർത്ഥയന്തേ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകം അസ്നന്തി ദിവ്യാൻ ദിവിദേവ ഭോഗാൻ തേ തം ഭുക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രയീ ധർമ്മമനുപ്രപന്ന ഗദാഗദം കാമകാമാലഭന്തേ. സ്വർഗീയ സുഖങ്ങൾ കാംക്ഷിച്ച് വേദപഠനം നടത്തുന്നവരും സോമപാനം ചെയ്യുന്നവരും മറ്റൊരു വിധത്തിൽ ഭജിക്കുന്നത് എന്നെയാകുന്നു. പാപഫലങ്ങളിൽ നിന്ന് മുക്തരായി പുണ്യലോകമായ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ജനിച്ച് അവർ ദിവ്യ സുഖങ്ങളെ അനുഭവിക്കുന്നു. ഇങ്ങനെ സ്വർഗീയങ്ങളായ ഇന്ദ്രിയ സുഖങ്ങൾ ഒട്ടേറെ അനുഭവിച്ച് തങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർ ഈ നശ്വരമായ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. വേദത്രയ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സുഖാനുഭോഗാന്വേഷികൾക്ക് ജന്മമൃത്യു പരമ്പരയല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. അപ്പോൾ വേദങ്ങളിൽ ഒരുപാട് കർമ്മകാണ്ഡങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് കർമ്മം ചെയ്ത് എങ്ങനെ പുണ്യം സമ്പാദിച്ചുകൊണ്ട് സ്വർഗീയ ലോകങ്ങളിലേക്ക് പോയിട്ട് അവിടെ സുഖം അനുഭവിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം വേദങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഭഗവാൻ പറയുന്നു, അങ്ങനെ സ്വർഗീയ സുഖങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്ത് സ്വർഗലോകത്ത് പോയവർക്കും അവരുടെ കർമ്മത്തിന്റെ ഫലം കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഭൂമിയിലേക്ക് വരേണ്ടി വരും. അതാണ് ദേവന്മാരുടെ ആരാധനയുടെ ഫലമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേവാരാധന മൂലം ഇത്രമാത്രമേ ഒരു തുച്ഛമായിട്ടുള്ള ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ദേവാരാധന മൂലം നമുക്ക് ദേവലോകത്തിലേക്ക് പോകാൻ സാധിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എത്രമാത്രം പുണ്യം നമ്മൾ സമ്പാദിച്ചുവോ അത്രമാത്രം കാലം മാത്രമേ നമുക്ക് അവിടെ തുടരാൻ സാധിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഭൂമിയിലേക്ക് വരേണ്ടി വരും. യജ്ഞം നടത്തുന്നു എന്തിനു വേണ്ടിയിട്ട്? സ്വർഗം ലഭിക്കാൻ. ആ മതിയായിട്ടുള്ള പുണ്യഫലങ്ങൾ നേടിയെടുക്കുമ്പോൾ സ്വർഗലോകത്തിലേക്ക് പോകാം, അവിടെ ഒരുപാട് സുഖം ആസ്വദിക്കുന്നു. പക്ഷെ അതിനുശേഷം തിരിച്ച് ഈ ഭൂമിയിലേക്ക് വരേണ്ടതായിട്ട് വരുന്നു. എന്നാൽ കൃഷ്ണനെ ആരാധിക്കുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് അടുത്ത ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. അനന്യാചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം ലോകക്ഷേമം വഹാമ്യഹം. അപ്പോൾ ദേവാരാധനയുടെ ഫലം ഭഗവാൻ പറഞ്ഞു. നമുക്ക് ദേവലോകത്തിലേക്ക് പോകാം, പക്ഷേ തിരിച്ച് വരേണ്ടി വരും. എന്നാൽ ഭഗവാനെ അനന്യാചിന്തയന്തോ മാം, വേറെ ഒരു ചിന്തയുമില്ലാതെ സദാസമയവും ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർ, യേ ജനാ പര്യുപാസതേ, ആരാണോ എന്നെ അങ്ങനെ ഉപാസിക്കുന്നത് അവർക്ക്
തേഷാം നിത്യാഭിയുക്താനാം അവരുടെ യോഗക്ഷേമം വഹാമ്യഹം അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഭഗവാൻ സാധിപ്പിച്ചു കൊടുക്കുന്നു. കൂടാതെ അവർക്കുള്ളതെല്ലാം നൽകുന്നു, അവർക്കില്ലാത്തത് ഭഗവാൻ കൊടുക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ ദിവ്യ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം നിലനിർത്തുകയും ചെയ്യും എന്ന് ഭഗവാൻ സ്വയം പറയുന്നു. യോഗക്ഷേമം വഹാമി അഹം, ഞാൻ സ്വയം, ഭഗവാൻ പറയുന്നു, ഞാൻ സ്വയം അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകുന്നു, അവർക്കില്ലാത്തതെല്ലാം ഭഗവാൻ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭഗവാനെ ആരാധിക്കുന്നതിന്റെ ഫലം ഇതാണ്. ദേവന്മാരെ ആരാധിക്കുന്നത് മൂലം ദേവലോകത്തിൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്നില്ല, പോകാം. പക്ഷേ ക്ഷണികമാണ് ആ ദേവാരാധനയുടെ ഫലം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്രമാത്രം പുണ്യം നമ്മൾ സമ്പാദിച്ചോ അത്രമാത്രം കാലം മാത്രമേ അവിടെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നുമില്ല. എന്നാൽ ഭഗവാനെ ആരാധിക്കുകയാണെങ്കിൽ ഭഗവാൻ സ്വയം നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു, നമ്മളെ സംരക്ഷിക്കുന്നു. യോഗക്ഷേമം എന്ന് പറയുമ്പോൾ, യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തന്മാർക്ക് ഭഗവാനുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ആഗ്രഹമുണ്ടാകുന്നു. ഭഗവാനെ കാണാനായിട്ട്, ഭഗവാനെ സേവിക്കാൻ, ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ, ഭഗവാന്റെ ഭക്തന്മാരുമായിട്ട് സത്സംഗം ചെയ്യാൻ എല്ലാമുള്ള ആഗ്രഹം ഭക്തന്മാരിൽ ഉണ്ടാകുന്നു. അതാണ് യോഗം, ഭഗവാനുമായിട്ട് ബന്ധപ്പെടുക. അത് ഭഗവാൻ നേരിട്ട് നിർവഹിക്കുന്നു. ഭക്തന്മാർക്ക് എങ്ങനെ ഭഗവാനെ ബന്ധപ്പെടാൻ സാധിക്കും, അതിനുള്ള വഴി ഭഗവാൻ തന്നെ സ്വയം അവർക്ക് കാട്ടിക്കൊടുക്കുന്നു. ക്ഷേമം എന്ന് പറഞ്ഞാൽ എത്രമാത്രം കാലം ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ആ ഭക്തന്മാർ ജീവിക്കുന്നുവോ അവരുടെ ക്ഷേമത്തെ അവർ തിരിച്ച് ഒരിക്കലും ഭൗതികതയിലേക്ക് വീഴാതെ ഭഗവാൻ കാത്തു രക്ഷിക്കുന്നു. അപ്പോൾ യോഗവും ക്ഷേമവും ഭഗവാൻ തന്നെ നിർവഹിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നാൽ മറ്റുള്ള ദേവന്മാരെ ആരാധിക്കുന്നവരാണെങ്കിലോ, യേ പ്യന്യദേവത ഭക്ത യജന്തേ ശ്രദ്ധയാൻവിതാഹ തേപി മാമേവ കൗന്ദേയ യജന്ത്യവിധിപൂർവകം. മറ്റു ദേവന്മാരുടെ ഭക്തന്മാരും വിശ്വാസപൂർവം അവരെ ഉപാസിക്കുന്നവരും വാസ്തവത്തിൽ എന്നെ തന്നെയാണ് ഉപാസിക്കുന്നത്. എന്നാൽ അവരങ്ങനെ ചെയ്യുന്നത് വിധിപ്രകാരമല്ല. അതായത് ദേവന്മാരെയും ദേവിന്മാരെയും എല്ലാം ഉപാസിക്കുന്നവരുണ്ട്. പക്ഷേ അവർക്കെല്ലാം തന്നെ ശക്തി നൽകുന്നത് ആരാണ്? ദേവന്മാർക്കും ദേവിമാർക്കും ശക്തി കൊടുക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ പരമാത്മാവായിട്ട് അവരുടെ ഹൃദയത്തിലും കുടികൊള്ളുന്നു. ആ പരമാത്മാവാണ് ദേവന്മാരിലും ശക്തി ഉണ്ടാക്കുന്നത്. ആ പരമാത്മാവ് തന്നെയാണ് ആരാണോ ഈ ദേവന്മാരെ ഉപാസിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകുന്നതും ആ പരമാത്മാവാണ് എന്ന് മനസ്സിലാക്കണം. പക്ഷേ നേരിട്ട് ഭഗവാനെ സേവിക്കുന്നതും ഈ ദേവന്മാർ മുഖേന ആ ദേവന്മാരുടെ ഹൃദയത്തിൽ വസിക്കുന്ന പരമാത്മാവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും രണ്ടും വ്യത്യാസമുണ്ട്. ഭഗവാൻ പറയുന്നത് അത് വിധിപ്രകാരമില്ല, അവിധിപൂർവകമാണ് ദേവന്മാരെ ഉപാസിക്കുന്നത്. കാരണം നമ്മുടെ മനസ്സിൽ നമ്മളിപ്പോൾ വിദ്യയ്ക്ക് വേണ്ടിയിട്ട് സരസ്വതി ദേവിയെ ഉപാസിക്കുന്നു, എന്തെങ്കിലും നമ്മുടെ അസുഖങ്ങളെല്ലാം മാറിക്കിട്ടാൻ സൂര്യദേവനെ ഉപാസിക്കുന്നു, നമ്മൾ വളരെ പെട്ടെന്ന് ധനികരാകാൻ വേണ്ടിയിട്ട് മറ്റുള്ള ദേവന്മാരെ ഉപാസിക്കുന്നു. പക്ഷേ അതെല്ലാം തന്നെ ഭഗവാനെ മറന്നുകൊണ്ട് ആണ് ഈ ദേവന്മാരുടെ അടുക്കലേക്ക് നമ്മൾ പോകുന്നത്. നമുക്കറിഞ്ഞുകൂടാ ഈ ദേവന്മാർ മുഖേന നമുക്ക് അനുഗ്രഹം നൽകുന്നതും പരമാത്മാവായിട്ടുള്ള ഭഗവാൻ തന്നെ നമുക്കറിഞ്ഞുകൂടാ. എങ്കിലും ആ ദേവന്മാർ മുഖേന നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത് ആ ഭഗവാനിൽ നിന്നാണ്. പക്ഷേ നമ്മുടെ ആരാധന വിധിപൂർവകമല്ല. ഭഗവാൻ എങ്ങനെ നമ്മളോട് ഭഗവാനെ ആരാധിക്കാൻ പറയുന്നുവോ അതുപോലെയല്ല നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് അത് വിധിപ്രകാരമല്ല എന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് നേരിട്ട് ഭഗവാനെ ആരാധിക്കുന്നതിന്റെ ഫലം നമുക്ക് ലഭിക്കുകയില്ല. കൃഷ്ണന്റെ മേൽക്കോയ്മയെ കുറിച്ച് അറിയാതെയുള്ള ദേവാരാധനയെ അവിധിപൂർവകം എന്ന് വിളിക്കുന്നു. ദേവ ഉപാസകർക്ക് ബുദ്ധി കുറവാണ് എങ്കിലും അവരുടെ ആരാധനയും പരോക്ഷമായി ഭഗവാനിൽ തന്നെ എത്തുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത്. നേരിട്ടല്ല, പരോക്ഷമായിട്ട് ഭഗവാനിലേക്ക് എത്തുന്നു. കാരണം നമ്മൾ ദേവന്മാരെ ആരാധിക്കുമ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നത് ഭഗവാൻ തന്നെയാണ്. പക്ഷെ എങ്കിലും നേരിട്ട് കൃഷ്ണനെ ആരാധിക്കുന്നതിന്റെ ഫലം നമുക്ക് ലഭിക്കുകയില്ല. കൃഷ്ണനെ തെറ്റായ രീതിയായി പരോക്ഷമായി ആരാധിക്കുന്നതിനുള്ള
3 സാമ്യങ്ങൾ. വൃക്ഷങ്ങൾക്ക് വേരുകളിലല്ല ഇലകളിലും ശാഖകളിലും വെള്ളം ഒഴിക്കുന്നത് പോലെയാണ്. അതുകൂടാതെ ശരീരത്തിന്റെ പോഷണത്തിന് വേണ്ടിയിട്ട് വയറിന് ഭക്ഷണം കൊടുക്കാതെ ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ. കൂടാതെ ഭരണകൂടത്തിന്റെ നിയമങ്ങളെയാണ് ഒരാൾ അനുസരിക്കേണ്ടത്, അല്ലാതെ ഉദ്യോഗസ്ഥന്മാരുടെ നിബന്ധനകളെയല്ല. ഒരു രാജ്യത്തിൽ ഗവൺമെന്റ് എന്തെല്ലാം നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതാണ് നമ്മൾ അനുസരിക്കേണ്ടത്, അല്ലാതെ ഓരോ സെക്ഷനിലുമുള്ള ഉദ്യോഗസ്ഥന്മാർ പറയുന്നതിനനുസരിച്ച് നമ്മൾ അനുസരിക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ദേവന്മാരെല്ലാവരും തന്നെ ഭഗവാന്റെ ഉദ്യോഗസ്ഥരാണ്. ഭഗവാൻ പറയുന്നത് അനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ അനുസരിച്ചാൽ മതി, ദേവന്മാരുടെ വഴിയെ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ പോകുന്നത് അവിധിപൂർവകമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് അത് അവിധിപൂർവകം? അതും ഭഗവാൻ പറയുന്നു. അഹം ഹി സർവയജ്ഞാനാം ഭോക്താ ച പ്രഭുരേവച നതു മാം അഭിജാനന്തി തത്വേനാദസ്യ വന്ദിതേ. കാരണം സർവയജ്ഞങ്ങളുടെയും ഭോക്താവും നാഥനും ഞാൻ മാത്രമാണ്. അതുകൊണ്ട് എന്റെ ഈ യഥാർത്ഥ ദിവ്യ പ്രകൃതിയെ മനസ്സിലാക്കാത്തവർക്ക് വീഴ്ചയാണ് ഫലം. ഭഗവാനാണ് പരമപുരുഷൻ, പരമ ദിവ്യോത്തമ പുരുഷൻ ഭഗവാനാണ്. ദേവന്മാരുടെയും ദേവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാനെയാണ് നമ്മൾ സന്തോഷിപ്പിക്കേണ്ടത്. ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടത്. ഭഗവാൻ മുഖേന മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങളും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഭഗവാനെ നേരിട്ട് ആരാധിക്കാതെ ദേവന്മാർ മുഖേന നമ്മൾ ആരാധിക്കുമ്പോൾ ഭഗവാനെ ശരിയായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് നമുക്ക് വീഴ്ചയുണ്ടാകുന്നു. കാരണം നമുക്ക് ശാശ്വതമായിട്ടുള്ള ഫലം അങ്ങനെ നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ കൃഷ്ണനെ നമ്മൾ നേരിട്ട് ആരാധിക്കുമ്പോൾ ശാശ്വതമായ ഫലം ലഭിക്കുന്നു. ദേവന്മാരെ ആരാധിക്കുന്നത് മൂലം ക്ഷണികമായ ഫലമാണ് ലഭിക്കുന്നത്. യാന്തി ദേവവ്രത ദേവാൻ പിതൃൻ യാന്തി പിതൃവ്രതാഹ ഭൂതാനി യാന്തി ഭൂതേജ്യ യാന്തി മദ്യാചനോഭിമാം. ദേവന്മാരെ ആരാധിക്കുന്നവർക്ക് ദേവന്മാരോടൊപ്പം ജനിക്കാൻ സാധിക്കുന്നു. പിതൃപൂജകർക്ക് പിതൃക്കളോടൊപ്പം ജനിക്കാം. ഭൂതപ്രേതാദികളെ ഉപാസിക്കുന്നവർക്ക് അവരോടൊപ്പം ജനിക്കാം. പക്ഷേ ഭഗവാനെ ആരാധിക്കുന്ന ഭക്തന്മാർക്ക് ഭഗവാനോടൊപ്പം ഭഗവാന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു, ഭഗവാനോടൊപ്പം ജീവിക്കാൻ സാധിക്കുന്നു. അതാണ് ഭഗവാനെ ആരാധിക്കുന്നതും ദേവന്മാരെ ആരാധിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദേവാരാധകർക്ക് ക്ഷണികമായ ഫലമാണ് ലഭിക്കുന്നത്, എന്നാൽ ഭഗവാനെ ആരാധിക്കുന്നവർക്ക് ശാശ്വതമായ ഫലം ലഭിക്കുന്നു. പിന്നീട് ഒരിക്കലും അവർക്ക് ഈ ഭൗതിക പ്രകൃതിയിലേക്ക് വരേണ്ടതായിട്ടില്ല. അതാണ് കൃഷ്ണനെ നേരിട്ട് ആരാധിക്കുന്നതിന്റെ മഹത്വമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഭഗവാനെ എങ്ങനെ നേരിട്ട് ആരാധിക്കാം? അതാണ് അടുത്ത 2-3 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ പറയുന്നത്. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അസ്നാമി പ്രയതാത്മനഃ. ഭഗവാനെ നമ്മൾ എങ്ങനെ ആരാധിക്കണം? ഭഗവാന് നമുക്ക് എന്തെല്ലാം സമർപ്പിക്കാൻ സാധിക്കും? ഭഗവാൻ എന്തൊക്കെയാണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? പത്രം പുഷ്പം ഫലം തോയം, ഇത്ര മാത്രമേ ഭഗവാൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നുള്ളൂ. പക്ഷേ അത് നമ്മൾ എങ്ങനെയാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത്? യോമേ ഭക്തിയാ പ്രയച്ഛതി, ഭക്തിയോടുകൂടി ആരാണോ എനിക്ക് ഇലകളോ പൂക്കളോ ഫലങ്ങളോ വെള്ളം കൂടെയോ ആരെങ്കിലും സമർപ്പിക്കുകയാണെങ്കിൽ ഭക്തിയോടുകൂടി സമർപ്പിക്കണം. തദഹം ഭക്തി ഉപഹൃതം, ഭക്തിയോടുകൂടി സമർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അശ്നാമി, ഞാനത് സ്വീകരിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഭഗവാൻ നമ്മൾ എന്തെല്ലാം, നമുക്ക് എത്രമാത്രം ഐശ്വര്യമുണ്ട്, അതനുസരിച്ച് നമ്മൾ എന്തെല്ലാം ഭഗവാന് കൊടുക്കുന്നു എന്നല്ല ഭഗവാൻ നോക്കുന്നത്. പിന്നെയോ നമ്മൾ എത്രമാത്രം ദരിദ്രരാണെങ്കിലും നമ്മുടെ ആത്മാർത്ഥതയെ, ഭഗവാന് വേണ്ടി നമുക്ക് കൊടുക്കാനുള്ള നമ്മുടെ ആത്മാർത്ഥതയെ, നമ്മുടെ ഭക്തിയെ, നമ്മുടെ സ്നേഹത്തെ, നമ്മുടെ പ്രേമത്തെയാണ് ഭഗവാൻ നോക്കുന്നത്. അപ്പോൾ ഒരുപാട് ധനമുള്ളവരാണെങ്കിലും അവർ ഭഗവാന്റെ വിഗ്രഹത്തിന് സ്വർണ്ണ കിരീടം, രത്നങ്ങളെല്ലാം പഠിച്ച സ്വർണ്ണ കിരീടം അല്ലെങ്കിൽ പട്ടുവസ്ത്രങ്ങൾ, ആടയാഭരണങ്ങൾ ഇതെല്ലാം സമർപ്പിച്ചാലും അവരുടെ ഐശ്വര്യത്തെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ അകത്ത് ഒരു ഭക്തിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ അത് ഒരിക്കലും സ്വീകരിക്കുകയില്ല. ഭഗവാന്റെ കണക്കിൽ അവരിതെല്ലാം സമർപ്പിച്ചു എന്നുള്ള ഒരു കണക്കേ ഉണ്ടാകില്ല.
നേരെ മറിച്ച് ഒരു ദരിദ്രനാണെങ്കിലും ഒരു ഗ്ലാസ് ശുദ്ധമായിട്ടുള്ള ജലം ഒരു തുളസിയിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ഭക്തിയോടുകൂടി സമർപ്പിക്കുകയാണെങ്കിൽ ആ ഭക്തന്റെ ആ സേവനത്തെ ഭഗവാൻ വളരെയധികം സ്വീകരിക്കുന്നു. അതിന് അദ്ദേഹം പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. അത് നമുക്ക് ഭാഗവതത്തിലെ അനേകം കഥകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് സ്നേഹത്തോടും ഭക്തിയോടും കൂടി നമ്മൾ ഭഗവാനെ സമർപ്പിക്കണം. അപ്പോൾ ചോദിക്കും, നമ്മൾ കൊടുത്തിട്ട് വേണോ ഭഗവാന് എന്തെങ്കിലും ആഹാരം കഴിക്കാനോ, അല്ലെങ്കിൽ ഭഗവാന് പുഷ്പം നമ്മൾ കൊടുത്തിട്ട് വേണോ എന്തെങ്കിലും സ്വീകരിക്കാൻ? ഭഗവാൻ എന്തിന്റെങ്കിലും കുറവുണ്ടായിട്ടല്ല എന്ന് മനസ്സിലാക്കണം. പിന്നെയോ നമ്മൾ ഭഗവത് അംശമായതുകൊണ്ട് നമ്മുടെ ധർമ്മമാണ് ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. അങ്ങനെ തിരിച്ച് നമുക്ക് നമ്മുടെ കർമ്മഫലത്തെ ഇല്ലാതാക്കി പരിശുദ്ധരായി ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനുള്ള വഴികളാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഭഗവാൻ എന്തെങ്കിലും കുറവുണ്ടായിട്ടോ, ഭഗവാനെ സേവിക്കാനായിട്ട് ആൾക്കാരുടെ കുറവുണ്ടായിട്ടോ ഒന്നുമല്ല ഭഗവാൻ പറയുന്നത്. പിന്നെയോ നമ്മൾ ഭഗവത് അംശമായതുകൊണ്ട് നമ്മിൽ കരുണയോടുകൂടി ഭഗവാൻ നമുക്ക് ഉപദേശിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഭഗവാൻ വളരെയധികം വിലപിടിപ്പുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചോദിക്കുന്നില്ല. എത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത്, പറയുന്നത്. പത്രം, പുഷ്പം, ഫലം, തോയം ആർക്കും, എത്രമാത്രം ദരിദ്രരായവർക്കും ഭഗവാന്റെ ഭക്തന്മാരാകാൻ സാധിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പരിശുദ്ധമായിട്ട് എന്തെങ്കിലും ഭഗവാന് സമർപ്പിക്കാനായിട്ട് നമ്മൾ ദിവസവും പരിശ്രമിക്കുക. അപ്പോൾ നമ്മൾ ശുദ്ധമായ പാല് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ പാല് കാച്ചിയിട്ട് ശുദ്ധമായിട്ട് ഭഗവാന് നിവേദിച്ച ശേഷം പ്രസാദമായിട്ട് സ്വീകരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഫലങ്ങൾ ദിവസവും ഭഗവാന് സമർപ്പിക്കാൻ ശ്രമിക്കണം. പിന്നെയോ തുളസിയിലയും പൂക്കളും എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. അത് ദിവസവും ഭഗവാന് ഭക്തിയോടുകൂടി സമർപ്പിക്കുക. ഭഗവാൻ ഇത്രമാത്രമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എങ്കിലും നമ്മൾ ഭക്തിയോടുകൂടി വളരെയധികം ആഹാര പദാർത്ഥങ്ങൾ ശുദ്ധമായിട്ടുണ്ടാക്കിയിട്ട് ഭഗവാന് സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ അതും സ്വീകരിക്കും. ഇവിടെ കാണാം, ഇസ്കോണിലെ ഭക്തന്മാർ ഇങ്ങനെയാണ് നിവേദിക്കുന്നത്. ഒരു ഭഗവാന് വേണ്ടി സെപ്പറേറ്റ് പ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ഭഗവാന് അനേകം ചോറും കൂട്ടാനുകളും ചപ്പാത്തി കൂട്ടാനുകൾ എല്ലാം ഉണ്ടാക്കിയിട്ട് കാരണം ഭഗവാൻ അദ്ദേഹം സാക്ഷാത് ഭഗവാനാണ്. നമ്മൾ എത്രമാത്രം കൊടുത്താലും ഭഗവാൻ അത് സ്വീകരിക്കും. പക്ഷേ ഒന്നും കൊടുക്കാതിരിക്കാൻ ശ്രമിക്കരുത്. എന്തെങ്കിലും ഭഗവാന് സമർപ്പിക്കണം. ഒന്നും കൊടുക്കാതിരിക്കുന്നതിലും ശ്രേഷ്ഠമാണ് എന്തെങ്കിലും ഭഗവാന് കൊടുക്കേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് ഭഗവാന് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതും ഭഗവാൻ സ്വീകരിക്കും. നമ്മളിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫെസ്റ്റിവൽ വരികയാണെങ്കിൽ, ഓണം അല്ലെങ്കിൽ വിഷു എല്ലാം വരുമ്പോൾ നമ്മൾ സദ്യ ഉണ്ടാക്കുന്ന വീട്ടിൽ ആ സദ്യ പരിശുദ്ധമായിട്ട് ഉണ്ടാക്കിയിട്ട് ഭഗവാന് സമർപ്പിക്കൂ. പായസത്തോടുകൂടി ആ ചോറ്, കൂട്ടാനുകൾ, പായസം മുതലായവ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. അത് ആദ്യം ഭഗവാന് സമർപ്പിച്ചിട്ട് ഭഗവാന്റെ പ്രസാദമായിട്ട് സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെ ഭഗവാൻ നമ്മുടെ കർമ്മഫലത്തെ ഇല്ലാതാക്കുന്നു, നമ്മളെ പരിശുദ്ധരാക്കുന്നു. കൂടാതെ ഇത് നമ്മുടെ ധർമ്മമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ ധാമത്തെ പോകുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാൻ എന്തിന്റെങ്കിലും കുറവുണ്ടായിട്ടാണ് ഭഗവാൻ ഇങ്ങനെ പറയുന്നത് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ ഭക്തിയെ വളർത്തുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കണം. നീ എന്ത് ചെയ്യുന്നുവോ, എന്ത് നിവേദിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ കുന്തിപുത്ര, അതെല്ലാം എനിക്കായി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. നിഷ്കാമ കർമ്മയോഗമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഭഗവാൻ അർപ്പിച്ചുകൊണ്ട്, ആദ്യം തന്നെ ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ പ്രസാദമായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുക. അതുവഴി നമ്മുടെ ആ കർമ്മഫലങ്ങളെ എല്ലാം തന്നെ, അതിൽ എന്തെങ്കിലും പാപകർമ്മ ഫലങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ ഭഗവാൻ ഇല്ലാതാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് ചെയ്യുന്നുവോ, എന്ത് ഭക്ഷിക്കുന്നുവോ, എന്ത് ദാനം ചെയ്യുന്നുവോ, എന്ത് തപശ്ചര്യകൾ അനുഷ്ഠിക്കുന്നുവോ, ഇതെല്ലാമാണ് നിഷ്കാമ കർമ്മയോഗം എന്ന് പറയുന്നത്. അതെല്ലാം തന്നെ ഭഗവാന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. എല്ലാം കൃഷ്ണനുള്ള വഴിപാടായിട്ട് നമ്മൾ ചെയ്യുക. അങ്ങനെ ശുദ്ധ ഭക്തരുടെയും സാധാരണ ജനങ്ങളുടെയും വഴിപാടുകളിൽ എന്താണ് വ്യത്യാസം?
ഭക്തിയുടെ ഗുണനിലവാരം നമ്മൾ മനസ്സിലാക്കണം. ശുദ്ധഭക്തന്മാർ ഭഗവാനുമായിട്ട് നമുക്കുള്ള ബന്ധത്തെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. ഭക്തന്മാരല്ലാത്തവരോ ഭഗവാനിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഭക്തന്മാർ അങ്ങനെയല്ല ചെയ്യുന്നത്. ഭക്തന്മാർ ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാം തന്നെ ഭഗവാന് സമർപ്പിക്കേണ്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശുദ്ധമായ ഭക്തിയോടുകൂടി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. എന്നാൽ സാധാരണ ജനങ്ങൾ ഭഗവാന് എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. വഴിപാടുകളെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കും, തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പ്രതീക്ഷയോടുകൂടി ചെയ്യുന്നതിന് നമ്മുടെ ആരാധനയുടെ ഗുണനിലവാരം അനുസരിച്ച് ഭഗവാനും നമുക്ക് പ്രത്യുപകാരം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഭഗവാൻ പറയുന്നത് ശുദ്ധഭക്തി എന്നുള്ളത് ഭഗവാൻ എല്ലാം തന്നെ സമർപ്പിക്കുക. അങ്ങനെ ചെയ്യുന്നത് മൂലം എന്താണ് ഫലമുണ്ടാകുന്നത്? ശുഭാശുഭ ഫലൈരേവം മോക്ഷസേ കർമ്മബന്ധനൈഹി സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി. ഇങ്ങനെ കർമ്മബന്ധനങ്ങളിൽ നിന്നും തജ്ജന്യങ്ങളായ ഗുണദോഷ ഫലങ്ങളിൽ നിന്നും നിനക്ക് സ്വതന്ത്രനാകാം. നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ ആ കർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം കർമ്മം ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ്. കർമ്മഫലം നമ്മൾ അനുഭവിക്കണം. പക്ഷെ ഭഗവാൻ ഇവിടെ പറയുന്നു എല്ലാ കർമ്മങ്ങളും ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ചെയ്യൂ എന്ന്. അങ്ങനെ ചെയ്യുമ്പോൾ ഭഗവാൻ പറയുന്നു ആ കർമ്മത്തിന്റെ ഫലം, ശുഭങ്ങളും അശുഭങ്ങളുമായിട്ടുള്ള ആ കർമ്മത്തിന്റെ ഫലത്തെ നമുക്ക് ഇല്ലാതാക്കാം. പരിത്യാഗം എന്ന തത്വം ഉൾക്കൊണ്ട് എന്നിൽ മനസ്സുറപ്പിച്ച് വിമുക്തനായി നിനക്ക് എന്നെ പ്രാപിക്കാം. അങ്ങനെ നമുക്ക് പരിശുദ്ധനായി ഭഗവാന്റെ ധാമത്തെ പ്രാപിക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ ഇവിടെ ഉറപ്പു തരുന്നു. അപ്പോൾ ഏത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും, യജ്ഞം, ദാനം, തപസ്, അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും ഏത് കർമ്മമാണെങ്കിലും ആദ്യം ഭഗവാന് സമർപ്പിക്കുക, അതിനുശേഷം പ്രസാദമായിട്ട് നമ്മൾ സ്വീകരിക്കുക എല്ലാ കർമ്മങ്ങളും. ദാനം ചെയ്യുകയാണെങ്കിലും ഭഗവാന് വേണ്ടിയിട്ട് ദാനം ചെയ്യുക. ഭഗവാന്റെ അമ്പലം പണിയാനായിട്ട്, ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാന്റെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഭഗവാൻ അർപ്പിക്കുക എല്ലാം. അങ്ങനെ കൃഷ്ണാർപ്പണമായിട്ടെല്ലാം ചെയ്യുന്നത് വഴി നമ്മുടെ കർമ്മഫലങ്ങളെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ചോദിച്ചേക്കാം, അപ്പോൾ ഭക്തിയോടുകൂടി ഭഗവാനെ ആരാധിക്കാത്ത മറ്റുള്ള ജനങ്ങൾ അവരും ഭഗവതംശമല്ലേ? അവരോട് ഭഗവാൻ എന്തെങ്കിലും പക്ഷപാതമുണ്ടോ? അവരോടും ഭക്തന്മാരോടും ഭഗവാൻ എന്തെങ്കിലും പക്ഷപാതം കാണിക്കുന്നുണ്ടോ? ഇല്ല എന്ന് പറയുന്നു ഭഗവാൻ. സമോഹം സർവഭൂതേഷു നമേ ദേഷ്യോസ്തി ന പ്രിയഃ യേ ഭജന്തി തുമാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. സമോഹം സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളോടും ഭഗവാൻ ഒരുപോലെയാണ് പെരുമാറുന്നത്. എന്തുകൊണ്ട്? നമേ ദേഷ്യോസ്തി ന പ്രിയഃ, ആരോടും എനിക്ക് അതിയായ അടുപ്പവുമില്ല, ആരോടും ദേഷ്യവുമില്ല എന്ന് ഭഗവാൻ പറയുന്നു. പക്ഷേ തു എന്ന് പറഞ്ഞിരിക്കുന്നു. ഏ ഭജന്തി തു മാ ഭക്ത്യാ, ആരാണോ എന്നോട് ഭക്തിയുടെ സേവനം ചെയ്യുന്നത് അവർ എന്നിലുണ്ട്, ഞാൻ അവരിലുമുണ്ട്. അതായത് ഭഗവാന്റെ ഭക്തിയുടെ സേവനം ചെയ്യുന്നവർ ഭഗവാനെ തത്വത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ നമ്മുടെ പിതാവാണ് എന്ന് മനസ്സിലാക്കി, എല്ലാത്തിന്റെയും അധിപതി ഭഗവാനാണ് എന്ന് മനസ്സിലാക്കി, അദ്ദേഹത്തെ സേവിക്കുന്നതാണ് നമ്മുടെ ധർമ്മം എന്ന് മനസ്സിലാക്കി ഭഗവാനെ സേവിക്കുന്നു. അതുമൂലം ഭക്തനോടുള്ള വാത്സല്യം ഭഗവാൻ പ്രകടിപ്പിക്കുന്നു. എന്നാൽ സാധാരണ ജനങ്ങളോ ഭഗവാനെ മനസ്സിലാക്കുന്നില്ല, ഭഗവാനെ ആരാധിക്കുന്നില്ല. എന്നാലും ഭഗവാൻ അവരോട് അസൂയയുമില്ല, വിദ്വേഷവുമില്ല, അധികം അടുപ്പവുമില്ല. കാരണം എല്ലാ ജനങ്ങൾക്കും ഒരുപോലെയാണ് ഭഗവാൻ വെള്ളവും വെളിച്ചവും വായുവും എല്ലാം തരുന്നത്. ആർക്കും ഒരു കുറവും ഭഗവാൻ പക്ഷപാതം കാണിക്കുന്നില്ല. ഭൗതിക പ്രകൃതിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും, മൃഗങ്ങൾക്കും, പക്ഷികൾക്കും, മനുഷ്യർക്കും എല്ലാവർക്കും ഒരുപോലെയാണ് എല്ലാം ലഭിക്കുന്നത്. ആരോടും ഭഗവാൻ പക്ഷപാതം കാണിക്കുന്നില്ല. എന്നാൽ ഭഗവാന്റെ ഭക്തിയുടെ സേവനം ചെയ്യുന്നവർ ഭഗവാന്റെ ആ ഒരു സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള യോഗമായയുടെ കീഴിലേക്ക് വരുന്നു, ഭഗവാന്റെ നേരിട്ടുള്ള സംരക്ഷണത്തിലേക്ക് വരുന്നു. സദാസമയവും ഭക്തന് ഭഗവാന്റെ ചിന്തയായിരിക്കും, അതുപോലെ ഭഗവാനും ഭക്തന്റെ ചിന്തയായിരിക്കും. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് നമുക്കും ഉയരാൻ സാധിക്കും ഭക്തനായി കഴിഞ്ഞാൽ. എന്നാൽ സാധാരണ ജനങ്ങൾ ഭഗവാന്
ഭഗവാനെ ആരാധിക്കാത്തത് മൂലം അവർക്ക് കുറവുകളൊന്നും വരുന്നില്ല, ഭൗതികമായിട്ടൊരു കുറവും ഉണ്ടാകുന്നില്ല. പക്ഷെ ജനന മരണ ചക്രത്തിൽ അവർ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഭഗവാന്റെ ഭക്തന്മാർ കുറച്ച് വിശേഷമാണ്. ഭഗവാന്റെ നേരിട്ടുള്ള സംരക്ഷണത്തിൽ ഇരിക്കുന്നു അവർ. അങ്ങനെയുള്ള ഭക്തന്മാർ എന്തെങ്കിലും തെറ്റ് ചെയ്താലും അവരെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. കാരണം അവർ തിരിച്ച് വളരെ വേഗത്തിൽ ഭഗവാന്റെ ഭക്തിയിലേക്ക് വരുന്നു എന്നാണ് ഭഗവാൻ അടുത്ത 2 ശ്ലോകത്തിലൂടെ പറയുന്നത്. അഭിചേ സുദുരാചാരോ ഭജതേ മാമനന്യഭാഗ് സാധുരേവ സമന്തവ്യഃ സമ്യക് വ്യവസിതോ ഹി സഹ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തിം നിഗച്ഛതി കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്തഃ പ്രണശ്യതി. ഒരാൾ അത്യന്തം ഹീനമായ ഒരു ദുഷ്കർമ്മം ചെയ്താൽ പോലും ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്ന പക്ഷം അയാളെ സാധു എന്ന് കരുതണം. കാരണം തന്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായി വർത്തിക്കുന്നു. അവൻ വേഗത്തിൽ ധാർമ്മികനായി തീർന്ന് ശാശ്വതമായ ശാന്തി നേടുന്നു. എന്റെ ഭക്തന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല എന്ന് കുന്തിപുത്ര ഉറപ്പിച്ച് പ്രഖ്യാപിക്കൂ. ഭഗവാന്റെ ഭക്തനായി കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരിക്കലും നാശം, അധപ്പതനം ഉണ്ടാകില്ല. കാരണം ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മൾ വഴിതെറ്റിപ്പോയാലും, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താലും, ഭക്തന്മാർ എന്തെങ്കിലും തെറ്റ് ചെയ്താലും ഭഗവാന്റെ സംരക്ഷണം ഉള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് ഭക്തിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. അതുകൊണ്ട് ആ ഭക്തന്മാരെ ഒരിക്കലും നമ്മൾ നിന്ദിക്കാനോ കുറ്റപ്പെടുത്താനോ പാടില്ല എന്ന് ഭഗവാൻ പറയുന്നു. ഉദാഹരണമാണ് ഹിരണ്യകശിപുവിനെ കുറിച്ച് പറയുന്നത്. ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും ഭഗവാന്റെ സേവകരായിരുന്നു വിഷ്ണു ലോകത്തിൽ. അവർ ഒരു തെറ്റ്, ആകസ്മികമായിട്ടൊരു തെറ്റ് ചെയ്തത് മൂലം അവർക്ക് 3 ജന്മത്തിൽ അസുരന്മാരായിട്ട് ജനിക്കേണ്ടതായിട്ട് വന്നു. എങ്കിലും ഭഗവാന്റെ ഭക്തിയിൽ സദാസമയവും ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് തിരിച്ച് ഭഗവാന്റെ ധാമത്തെ തന്നെ പോകാൻ സാധിച്ചു. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ആകസ്മികമായിട്ട് എന്തെങ്കിലും ഒരു ഹീനകൃത്യം തന്റെ ഭക്തൻ ചെയ്തു എന്നുണ്ടെങ്കിലും അവർ ഒരിക്കലും അധപ്പതിക്കുന്നില്ല. കാരണം ഭഗവാന്റെ ഭക്തന്മാർ നമേ ഭക്തഃ പ്രണശ്യതി, എന്റെ ഭക്തന്മാർക്ക് ഒരിക്കലും പതനമുണ്ടാകുന്നില്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയുകയാണ്. കാരണം ഭക്തന്മാർ എല്ലായ്പ്പോഴും ഭഗവാന്റെ സംരക്ഷണത്തിലായിരിക്കും. ഭഗവാൻ തിരിച്ച് അവരെ ഭക്തിയിലേക്ക് കൊണ്ടുവരുന്നു. അത് ഉറപ്പായിട്ട് ഭഗവാൻ പറയുകയാണ്. ഒരു ഭക്തൻ അപൂർണനാണെങ്കിൽ പോലും കൃഷ്ണൻ അവനെ സാധുവായിട്ട് കണക്കാക്കുന്നു, അതായത് ഭക്തനായിട്ട് തന്നെ കണക്കാക്കുന്നു. എന്തുകൊണ്ടാണ് കൃഷ്ണൻ അപൂർണനായ ഭക്തനെ സാധുവായി കണക്കാക്കുന്നത്? കാരണം തന്റെ ദൃഢവിശ്വാസത്തിൽ അദ്ദേഹം ശരിയായിട്ട് വർത്തിക്കുന്നു. അവൻ വേഗം ധാർമ്മികനായി തീർന്ന് ശാശ്വതമായ ശാന്തി നേടുന്നു. അപ്പോൾ ഭക്തന്മാർ വളരെ പെട്ടെന്ന് തന്നെ തന്റെ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ച് ഭക്തിയിലേക്ക് വരും. കാരണം ഭഗവാനോടുള്ള ഭക്തി എന്നുള്ളത് ശാശ്വതമാണ്, അതൊരിക്കലും നശിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഭഗവാനെ ആർക്കെല്ലാം ആരാധിക്കാം? അതിനെന്തെങ്കിലും നിയമങ്ങളും നിബന്ധനകളും ഉണ്ടോ? മാം ഹി പാർത്ഥവ്യപാശ്രിത്യ യേഭ്യ സ്യുഃ പാപയോനയഃ ശ്രിയോ വൈശ്യാസ്തദാ ശൂദ്രസ്തേഭി യാന്തി പരാം ഗതിം. പാർത്ഥ, എന്നെ ആശ്രയിക്കുന്നവർ അധമകുലത്തിൽ പിറന്നവരോ സ്ത്രീകളോ കച്ചവടക്കാരോ ശൂദ്രരോ ആരായാലും ശരി പരമപദം പ്രാപിക്കും. കാരണം എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും ഭഗവാന്റെ ഭക്തന്മാരുടെ സത്സംഗം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഭഗവാന്റെ ഭക്തനായിട്ട് തീരാൻ സാധിക്കും. എങ്ങനെയാണ് രത്നാകരൻ വാത്മീകിയായിട്ട് തീർന്നത്? ഭഗവാന്റെ ഭക്തനായിട്ടുള്ള നാരദന്റെ സത്സംഗം കൊണ്ട് ഒരു കൊടും കൊള്ളക്കാരനായിട്ടുള്ള രത്നാകരൻ വാത്മീകി മഹർഷിയായിട്ട് മാറി. അതുപോലെ എത്ര ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ ആരാണെങ്കിലും ശരി, എത്രമാത്രം അധമകുലത്തിൽ പിറന്നവനാണെങ്കിലും ശരി, ചണ്ടാളനാണെങ്കിലും ഭഗവാന്റെ ഭക്തന്മാരുടെ സത്സംഗത്താൽ ആർക്ക് വേണമെങ്കിലും അവരുടെ പാപകർമ്മത്തെ ഇല്ലാതാക്കിയിട്ട് ഭഗവാന്റെ ഭക്തരായിട്ട് തീരാം. ഭഗവാൻ ആർക്കും തന്നെ ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല. കാരണം എല്ലാ ജീവജാലങ്ങളും എല്ലാ ആത്മാക്കളും ഭഗവാന്റെ അംശമായതുകൊണ്ട്, എല്ലാവരും ഭഗവാനെ മറന്ന് തെറ്റ് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഭഗവാന്റെ കരുണ എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഭഗവാന്റെ ഭക്തന്മാരുടെ സത്സംഗം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. കാരണം സത്സംഗത്തിലൂടെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനും ഭഗവാന്റെ ഭക്തന്മാരായിട്ട് തീരാനും സാധിക്കും.
അങ്ങനെ ഭഗവാന്റെ കരുണയിൽ, ഭഗവാന്റെ ആശ്രയത്തിൽ നമുക്കിരിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് പുണ്യാത്മാക്കളായിട്ടുള്ള ബ്രാഹ്മണരുടെയും ഭക്തരായ രാജർഷികളുടെയും കഥ പറയാനുണ്ടോ? അനിത്യവും ദുഃഖപൂർണവുമായ ഈ ലോകത്തിൽ പിറന്നവർ എന്റെ പ്രേമ ഭക്തി സേവന നിരതരാകുന്നു. അപ്പോൾ അങ്ങനെ അധമകുലത്തിൽ പിറന്നിട്ടുള്ള ചണ്ടാളന്മാർക്ക് പോലും ഭഗവാന്റെ ഭക്തന്മാരായി തീരാമെന്നുണ്ടെങ്കിൽ ആ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവർക്കും രാജർഷികളായിട്ടുള്ളവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ ഭക്തന്മാരായിട്ട് തീരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. യോഗ്യതയില്ലാത്ത വിഭാഗങ്ങൾ പോലും ഭഗവാന്റെ കാരുണ്യത്താൽ കൃഷ്ണനെ നേരിടുന്നു. വ്യത്യസ്ത വിഭാഗങ്ങളിൽ വേർതിരിവില്ല. ഭഗവത് സേവനത്തെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യമായ ഉച്ചനീച സ്ഥിതി ബാധകമല്ല എന്ന് കൃഷ്ണൻ വ്യക്തമാക്കുന്നു. കാരണം ശുദ്ധമായ ഒരു ഭക്തന്റെ അഭയം പ്രാപിക്കുന്ന ഏറ്റവും ലളിതമായ മനുഷ്യനെ ശരിയായ മാർഗനിർദ്ദേശത്താൽ ശുദ്ധീകരിക്കാൻ കഴിയും. ഏറ്റവും താഴ്ന്ന പുരുഷന്മാരായ ചണ്ടാളന്മാർക്ക് പോലും ശരണാഗതി നേടാനായിട്ട് സാധിക്കുന്നു. ഒരാൾ കൃഷ്ണന്റെ പൂർണ്ണമായി ശരണം പ്രാപിക്കണം. ആ നിലയിൽ ഭക്തന്മാർ ജ്ഞാനിയേക്കാൾ ഉത്കൃഷ്ടരാകുന്നു, യോഗികളെയും അതിശയിക്കുന്നു. ശുദ്ധ ഭക്തന് എത്രയും താഴ്ന്ന കുലത്തിൽ പിറന്നവരെയും ജീവിത സമുത്കർഷത്തിലേക്ക് എത്തിക്കാൻ കഴിയും. ഉദാഹരണമാണ് നാരദ മഹർഷി. നാരദ മഹർഷി ഒരുപാട് പേരെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരുപാട് താഴ്ന്ന നിലയിൽ പിറന്നവരെ നാരദ മഹർഷി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവും എങ്ങനെ ഒരു അസുര സ്വഭാവികളായിട്ടുള്ള രണ്ടു പേരെ ഉദ്ധരിച്ചു എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജഗായി മഥായി എന്ന പേരുള്ള രണ്ട് ഗുണ്ടകളായിരുന്നു അവർ. അവർ സാധാരണ ജനങ്ങളെ എല്ലാം ഉപദ്രവിച്ചുകൊണ്ട്, എപ്പോഴും അധമ പ്രവർത്തികൾ ചെയ്തുകൊണ്ട്, മദ്യപാനം നടത്തിക്കൊണ്ട് ജീവിച്ചു വന്നവരായിരുന്നു. അവരെ കൂടെ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ കാരുണ്യം മൂലം ഉദ്ധരിക്കാൻ സാധിച്ചു. നിത്യാനന്ദ പ്രഭുവിന് ഉദ്ധരിക്കാൻ സാധിച്ചു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയുള്ള ഏത് അധമ കുലത്തിൽ പിറന്നവരായാലും അവർക്ക് ഭഗവാന്റെ ഭക്തന്മാരുടെ കരുണ മൂലം ഭക്തിയിലേക്ക് ഉയരാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഭഗവാന്റെ നിശ്ചയപ്രകാരം, നിർണയപ്രകാരം എന്താണ് നമ്മൾ ശാശ്വതമായിട്ട് ചെയ്യേണ്ടത്? മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശസി യുക്ത്വൈവം ആത്മാനം മത്പരായണഃ. എന്നിൽ മനസ്സുറപ്പിക്കുക, ഭക്തനാകുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നിൽ തന്നെ പൂർണ്ണമായി മുഴുകിയിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാൻ കഠിനമായിട്ടുള്ള വഴികളൊന്നും തന്നെ പറയുന്നില്ല. ഭഗവാന്റെ ഭക്തനാകാനായിട്ടാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ ഭക്തനാകുക, ഭഗവാനിൽ മനസ്സുറപ്പിക്കുക. ഭഗവാനെ കുറിച്ച് നിത്യവും കേൾക്കുന്നത് കൊണ്ട് ശ്രവണം അതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ്. ഭഗവാനെ കുറിച്ച് നിത്യവും കേൾക്കുന്തോറും നമ്മുടെ മനസ്സിൽ ആ ഭഗവാന്റെ ലീലകൾ വീണ്ടും വീണ്ടും നമുക്ക് ഓർത്തെടുക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ സദാസമയവും ഭഗവാന്റെ സ്മരണയിൽ ഇരിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ ഭക്തനാകുക, ഭഗവാനെ ആരാധിക്കണം, പ്രണമിക്കണം. ഭഗവാനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം എല്ലാം വന്നു. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. ഭഗവാനെ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട്, തുളസിയിൽ അർപ്പിച്ചുകൊണ്ട് ആരാധിക്കുക. ഭഗവാന് ഫലങ്ങൾ നിവേദിച്ചുകൊണ്ട് ഭഗവാനെ ആരാധിക്കുക. ആ പ്രസാദം സ്വീകരിച്ച് നമ്മൾ ഭഗവാനെ ആരാധിക്കുക. ഭഗവാന്റെ നാമജപങ്ങൾ ചെയ്തുകൊണ്ട് ഭഗവാനെ ആരാധിക്കുക. ഭഗവാനെ കുറിച്ച് കേട്ടുകൊണ്ട് ഭഗവാനെ ആരാധിക്കുക. എല്ലാ കർമ്മഫലങ്ങളും ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ ആരാധിക്കുക. ഭഗവാന് മുന്നിൽ നമസ്കരിക്കുക. അങ്ങനെ സദാസമയവും ഭഗവാന്റെ ഓരോരോ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ ഇവിടെ ഉറപ്പ് പറയുന്നത്. ഭൗതിക ലോകത്ത് നിന്നുള്ള മോചനത്തിനുള്ള ഏക മാർഗം കൃഷ്ണാവബോധമാണ്. അങ്ങനെ ഭഗവാന്റെ സേവകൾ ചെയ്ത് ചെയ്ത് നമ്മുടെ അവബോധം ശരീരബോധത്തിൽ നിന്ന് കൃഷ്ണാവബോധത്തിലേക്ക് മാറുന്നു. നമ്മളിപ്പോൾ ശരീരമാണ് എന്നുള്ള ബോധമാണുള്ളത്. അതുകൊണ്ട് ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നു. എന്നാൽ ഭഗവാന്റെ സേവകൾ ചെയ്തു വരുന്തോറും ഈ ഭൗതികതയിൽ നിന്ന്, ശരീരബോധത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടുവാൻ സാധിക്കും. അങ്ങനെ മനസ്സ് പൂർണ്ണമായിട്ടും കൃഷ്ണനിലേക്ക് ഉറപ്പിക്കാൻ സാധിക്കും. കൃഷ്ണാവബോധത്തിലേക്ക് നമ്മുടെ അവബോധത്തെ മാറ്റുവാൻ സാധിക്കുന്നു.
ഭഗവാൻ തന്നെ ഉപദേശിച്ചതുപോലെ കൃഷ്ണനെ നേരിട്ട് ആരാധിക്കുക, ഭഗവാനിൽ മനസ്സുറപ്പിക്കുക, ഭഗവാന്റെ ഭക്തനാകുക, ഭഗവാനെ പ്രണമിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ പരമപദം പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതിനാൽ ഭക്തൻ കൃഷ്ണന്റെ ആദിമവും ശാശ്വതവുമായ രൂപത്തിൽ മനസ്സൂന്നണം. കൃഷ്ണന്റെ പരമപ്രഭാവത്തിൽ ദൃഢവിശ്വാസത്തോടെ സേവന കർമ്മങ്ങളിൽ ഏർപ്പെടണം. വിഗ്രഹത്തിന് മുന്നിൽ തലകുനിക്കുകയും തന്റെ ശരീരത്തെയും മനസ്സിനെയും കർമ്മങ്ങളെയും എല്ലാം കൃഷ്ണാർപ്പണമാക്കി തീർക്കുകയും വേണം. അങ്ങനെ വ്യതിചലിക്കാത്ത വിധം കൃഷ്ണനിൽ സ്വയം മുഴുകിയിരിക്കുവാൻ കഴിയും. ഇത് കൃഷ്ണലോക പ്രാപ്തിക്ക് സഹായിക്കും. കൃഷ്ണ കഥകളുടെ ശ്രവണം, കീർത്തനം മുതലായ 9 പ്രക്രിയകളിൽ ഏർപ്പെടണം. ഭക്തിഭരിതമായ ഭഗവത് സേവനമാണ് മനുഷ്യവർഗത്തിന്റെ അത്യുത്കൃഷ്ടമായ നേട്ടം എന്നാണ് പ്രഭുപാദ പറയുന്നത്. അപ്പോൾ ബുദ്ധിമാനായ മനുഷ്യൻ നേരെ കൃഷ്ണാവബോധ പ്രക്രിയയിൽ ഏർപ്പെടുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ ഈ ഭൗതിക ലോകത്തിലും അയാൾക്ക് സന്തുഷ്ടനായിട്ട് ജീവിക്കാം. അവസാനം ഭഗവാൻ കൃഷ്ണന്റെ ഉത്കൃഷ്ട ഉപഹാരമായിട്ടുള്ള ഭഗവത് ധാമത്തിലേക്ക് പോകുകയും ചെയ്യാം. അപ്പോൾ ബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യൻ ഭഗവാനെ കുറിച്ച് കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നേരിട്ട് ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ പരമപദം പോകാനുള്ള വഴികൾ തേടുകയാണ് ചെയ്യേണ്ടത്. അതാണ് മനുഷ്യജന്മം ലഭിച്ചത് കൊണ്ട് നമുക്ക് ശ്രേഷ്ഠമായിട്ട് ചെയ്യാവുന്ന ശ്രേഷ്ഠമായിട്ട് ചെയ്യാവുന്ന കർമ്മവും നമ്മുടെ ധർമ്മവും നമ്മുടെ ലക്ഷ്യവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ സേവനത്തിൽ മുഴുകാനായിട്ട് നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം. ഹരേ കൃഷ്ണ.